Good evening, all. So, quantity surveying quantity surveying നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഔട്ട്ടേൺ ഓഫ് ലേബർ ഓർ ടാസ്ക് വർക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ലേബർ ഒരു പെർട്ടിക്കുലർ വർക്ക് എത്ര ക്വാണ്ടിറ്റി ആണ് ഒരു ദിവസം ചെയ്യേണ്ടതെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നതാണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഓർഡിനറി സോയിൽ. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഓർഡിനറി സോയിലാണെങ്കിൽ ഒരു ലേബർ ഒരു ദിവസം 3 m³ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യണം ഇൻ ഓർഡിനറി സോയിൽ. അപ്പോൾ ഒരു ഓർഡിനറി സോയിലിൽ ആണ് നമുക്കുള്ളതെങ്കിൽ അവിടെ ഒരു ലേബർ ചെയ്യേണ്ട എർത്ത് വർക്ക് എക്സ്കവേഷൻ 3 m³ പെർ ഡേ. ഒരു ദിവസം അദ്ദേഹം 3 m³ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യണം. ഇനി ഹാർഡ് സോയിൽ ആണെന്ന് വിചാരിക്കുക, എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യേണ്ടത് 2 m³ പെർ ഡേ. ഇനി എർത്ത് വർക്ക് എക്സ്കവേഷൻ റോക്കി സോയിൽ ആണെങ്കിൽ ഒരു ദിവസം ചെയ്യേണ്ട എക്സ്കവേഷൻ എന്ന് പറയുന്നത് 1 m³ ആണ് ഒരു ദിവസം ചെയ്യേണ്ട എർത്ത് വർക്ക് എക്സ്കവേഷൻ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് 2.5 സെന്റിമീറ്റർ സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോർ. അപ്പോൾ സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോർ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ചെയ്യേണ്ട വർക്ക് 7.5 m³ ആണ് ഒരു ദിവസം ഒരു ലേബർ ചെയ്യേണ്ട വർക്ക് 7.5 m³. ഇനി ഹാഫ് പാർട്ടീഷൻ വോൾ ആണെങ്കിൽ ഒരു ദിവസം ചെയ്യേണ്ടത് 5 m³ ആണ് ഒരു ദിവസം ചെയ്യേണ്ട വർക്ക്, ഒരു ദിവസം ഒരു ലേബർ ചെയ്യേണ്ട വർക്ക്. ഇനി സിമെന്റ് കോൺക്രീറ്റ് നോക്കിയേ 1:2:4 പ്രപ്പോർഷൻ ആണെങ്കിൽ ഒരു ദിവസം 5 m³ ആയിരിക്കണം ഒരു ലേബർ ചെയ്യേണ്ട വർക്ക്, 5 m³ ആയിരിക്കണം ഒരു ദിവസം ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. ഈ സൂപ്പർ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ അവിടെ നമ്മൾ 1 m³ ആണ് ഒരു ദിവസം ഒരു ലേബർ ചെയ്യേണ്ട വർക്ക്. 1 m³ ഒരു ദിവസം ഒരു ലേബർ ചെയ്യേണ്ടത് 1 m³ ഓഫ് വർക്ക് ആണ്. ഈ റാൻഡം റബിൾ മേസണറിയും 1 m³ ആണ് ചെയ്യേണ്ടത്. ഈ ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആണെങ്കിൽ 1.25 m³. അപ്പോൾ ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആണെങ്കിൽ അന്നത്തെ ഒരു ദിവസത്തെ ഔട്ട്ടേൺ ഓഫ് ലേബർ എന്ന് പറയുന്നത് 1.25 m³ ആണ്. ഇനി റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് ആണെങ്കിൽ 1 m³. റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് ആണെങ്കിൽ 1 m³. RCC വർക്ക് ആണെങ്കിൽ 3 m³. RCC m³. ഇനി 12 mm പ്ലാസ്റ്ററിംഗ് ആണെങ്കിൽ 8 മീറ്റർ സ്ക്വയർ. 12 mm പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ഒരു ദിവസം ഒരു ലേബർ ചെയ്യേണ്ടത് 8 m² പ്ലാസ്റ്ററിംഗ് ആണ് ഒരു ദിവസം ഒരു ലേബർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വാല്യൂസ് പഠിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC എക്സാംസിന് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി സ്പീഡിൽ പറയാം. എർത്ത് വർക്ക് എക്സ്കവേഷൻ ഓർഡിനറി സോയിൽ ആണെങ്കിൽ 3 m³ ഓഫ് വർക്ക് പെർ ഡേ. എർത്ത് വർക്ക് എക്സ്കവേഷൻ ഹാർഡ് സോയിൽ ആണെങ്കിൽ 2 m³ പെർ ഡേ. എർത്ത് വർക്ക് എക്സ്കവേഷൻ റോക്കി സോയിൽ ആണെങ്കിൽ 1 m³. ഈ 2.5 സെന്റിമീറ്റർ സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോർ ആണെങ്കിൽ 7.5 m³. ഹാഫ് ബ്രിക്ക് പാർട്ടീഷൻ വാൾ ആണെങ്കിൽ 5 m³. സിമെന്റ് കോൺക്രീറ്റ് 1:2:4 പ്രപ്പോർഷൻ ആണെങ്കിൽ 5 m³. ഇനി ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ 1 m³. റാൻഡം റബിൾ മേസണറി ആണെങ്കിൽ 1 m³. ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആണെങ്കിൽ 1.25 m³. റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് ആണെങ്കിൽ 1 m³. RCC വർക്ക് ആണെങ്കിൽ 3 m³. 12 mm പ്ലാസ്റ്ററിംഗ് ആണെങ്കിൽ 8 m². ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുവാണ്, അനാലിസിസ് ഓഫ് റേറ്റ്സ്. അനാലിസിസ് ഓഫ് റേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു പ്രതീക്ഷിക്കാവുന്നതാണ്. അനാലിസിസ് ഓഫ് റേറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ഒരു എക്സാമിന് ചോദിക്കാറുണ്ട്. ഏതൊരു PSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിനകത്തുനിന്ന് അനാലിസിസ് ഓഫ് റേറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിമെന്റ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ സിമെന്റ് കോൺക്രീറ്റിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്കറിയാം. എന്തൊക്കെയാണ് സിമെന്റ് കോൺക്രീറ്റിന്റെ ഇൻഗ്രീഡിയൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സിമെന്റ് വേണം, പിന്നെന്താ വേണ്ടേ? ഫൈൻ അഗ്രിഗേറ്റ് വേണം, കോഴ്സ് അഗ്രിഗേറ്റ് വേണം, പിന്നെന്താ വേണ്ടേ? വാട്ടർ. സിമെന്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ. ഇനി ഇതിന്റെ ക്വാണ്ടിറ്റി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു കാര്യം ആലോചിക്കുക. ഇപ്പോൾ നമുക്ക് 1 m³ ആണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സിമെന്റ് കോൺക്രീറ്റ് ചെയ്യാൻ ഒരു 1 m³ പോർഷൻ ആണ് നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമ്മൾ കറക്റ്റ് 1 m³ ബൈ വോളിയം ഓഫ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് സിമെന്റും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും വാട്ടറും എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ 1 m³ വരുന്ന രീതിയിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ 1 m³ മെറ്റീരിയൽ ആണ് നമ്മൾ കോൺക്രീറ്റിന് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രക്ചർ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് തികയത്തില്ല. ബിക്കോസ് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ദർ വിൽ ബി എ റിഡക്ഷൻ ഇൻ വോളിയം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന സമയത്ത് എന്ത് വേണം, കുറച്ചും കൂടി എക്സ്ട്രാ എമൗണ്ട് എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് തികയത്തുള്ളൂ. ഇപ്പൊ നമ്മൾ 15 m³ ആണ് ഒരു സ്ട്രക്ചർ 15 m³ കോൺക്രീറ്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ കറക്റ്റ് 15 m³ പ്രപ്പോർഷൻ കറക്റ്റ് 15 m³ മെറ്റീരിയൽ എടുത്തു വെച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്കത് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് തികയത്തില്ല. ബിക്കോസ് വെൻ വാട്ടർ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ there will be a reduction volume. There will be a reduction in volume of finished concrete when the dry ingredients are mixed together. അത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും എക്സാക്ട് എമൗണ്ട് ഓഫ് ഇപ്പൊ നമുക്ക് 10 m³ ആണ് കോൺക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 10 m³ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടായിരിക്കില്ല നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ചും കൂടി എക്സ്ട്രാ എമൗണ്ട് എടുക്കും. ഞാൻ എക്സ്ട്രാ എമൗണ്ട് എത്ര നോക്കിക്കേ, 50 to 55% ഓഫ് ഒറിജിനൽ വോളിയം. 50 to 55% ഓഫ് ആക്ച്വൽ വോളിയം ആണ് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നത്. നമ്മൾ എടുക്കേണ്ട എത്രയാണോ അതിൽ നിന്ന് 50 to 55%. അപ്പോൾ നമ്മൾ യൂഷ്വലി എടുക്കുന്നത് 52% ആണ്. ചിലർ 54% എടുക്കാറുണ്ട്. 54% ഏതെടുത്താലും നമുക്ക് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. വളരെ ചെറിയൊരു വേരിയേഷൻ മാത്രമേ ആൻസറിനകത്ത് വരത്തുള്ളൂ. അപ്പോൾ അത് ഓർത്തിരിക്കുക, 54% അല്ലെങ്കിൽ 52% ആണ് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പൊ ചിലർ 54 വെച്ച് എടുക്കും എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് കണ്ടീഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. 10 m³ PCC ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തായിരിക്കും, 15.2 m³ ദാറ്റ് മീൻസ് നമ്മൾ എത്രയാണ് 52% എക്സ്ട്രാ എടുത്തു. 52% എക്സ്ട്രാ എടുത്തു. അപ്പോൾ നമ്മൾ ഏതൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുക, ഇപ്പൊ ഏതൊരു കോൺക്രീറ്റിംഗ് ഏതൊരു കോൺക്രീറ്റ് സ്ട്രക്ചറും കോൺക്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് ആ വോളിയത്തിന്റെ 50% അല്ലെ 52% എക്സ്ട്രാ എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ സ്ട്രക്ചർ ഫുൾ ആയിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ്, നമുക്ക് 10 m³ ആണ് കോൺക്രീറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഡ്രൈ വോളിയം എത്ര ആയിരിക്കണം, 15.2 m³ ആയിരിക്കണം എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് നമ്മൾ 52% എക്സ്ട്രാ കൺസിഡർ ചെയ്തു. ഇനി ഫോർ 1 m³ ആണ് കോൺക്രീറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എടുക്കേണ്ട എന്തായിരിക്കും, 1.52 m³ ആയിരിക്കണം എടുക്കേണ്ടത്. 1 m³ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് 1.52 m³ ആണ് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, സോ ഇനി നമ്മൾ പ്രോബ്ലം നോക്കുവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലംസ്. അപ്പൊ നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഇതാണ്. Find the quantity of dry ingredients required for 1 m³ M7.5 grade concrete. അപ്പൊ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ, ഒരു m³ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ 7.5 ആണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. 7.5. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് മിക്സ് പ്രപ്പോർഷൻ അറിയാം. 7.5 M7.5ന്റെ മിക്സ് പ്രപ്പോർഷൻ അറിയാം. 1:4:8 ആണ് മിക്സ് പ്രപ്പോർഷൻ. 1:4:8. അപ്പോൾ ആ മിക്സ് പ്രപ്പോർഷൻസ് എല്ലാം ഓർത്തിരിക്കുക. M5, M7.5, M10, M15, M20, M25 ഒക്കെ ഒന്ന് മിക്സ് പ്രപ്പോർഷൻ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മിക്സ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാണ്. മിക്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ 1:4:8 ആണ് M7.5ന്റെ മിക്സ് റേഷ്യോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, നമുക്ക് അതിന്റെ എല്ലാ പാർട്സ് നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പൊ 1 എന്ന് വെച്ചാൽ എന്താണ് മിക്സ് റേഷ്യോ, 1 എന്ന് വെച്ചാൽ 1 പാർട്ട് ഓഫ് സിമെന്റ്. 4 എന്ന് വെച്ചാൽ എന്താണ് ഫൈൻ അഗ്രിഗേറ്റ്. 8 എന്ന് വെച്ചാൽ എന്താണ് കോഴ്സ് അഗ്രിഗേറ്റ്. സിമെന്റ് ഈസ് ടു ഫൈൻ അഗ്രിഗേറ്റ് ഈസ് ടു കോഴ്സ് അഗ്രിഗേറ്റ്. സിമെന്റ് ഈസ് ടു ഫൈൻ അഗ്രിഗേറ്റ് ഈസ് ടു കോഴ്സ് അഗ്രിഗേറ്റ് ആണ് പ്രപ്പോർഷൻ പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം 1 കിലോ സിമെന്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 4 കിലോ എന്ത് ചെയ്യണം, ഫൈൻ അഗ്രിഗേറ്റ് എടുക്കണം. 8 കിലോ കോഴ്സ് അഗ്രിഗേറ്റ് എടുക്കണം. ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 1 m³ സിമെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ 4 m³ ഫൈൻ അഗ്രിഗേറ്റ് എടുക്കണം, 8 m³ കോഴ്സ് അഗ്രിഗേറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. ഇപ്പൊ വെയിറ്റിന്റെ ബേസിലാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നതെങ്കിൽ വേ ബാച്ചിങ് എന്ന് പറയും. വോളിയത്തിന്റെ ബേസിലാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നതെങ്കിൽ അതിന് വോളിയം ബാച്ചിങ് എന്ന് പറയും. ഓക്കെ,
അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? സം ഓഫ് പാർട്സ്, മിക്സ് പ്രപ്പോർഷനിലെ എല്ലാ പാർട്സ് നമ്മൾ ആഡ് ചെയ്തു. 1 + 4 + 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 13. നമുക്ക് എന്താ വേണ്ടേ? ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ സിമെന്റിന്റെ പ്രപ്പോർഷൻ എത്രയാ? 1 പാർട്ട് ഓഫ് സിമെന്റ് ആണ്. സോ 1 ഡിവൈഡഡ് ബൈ സം ഓഫ് പാർട്ട്. ഡിവൈഡഡ് ബൈ സം ഓഫ് പാർട്ട് എന്ന് പറയുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 13. 1 ഡിവൈഡഡ് ബൈ 13. ഇനി നമുക്ക് കറക്റ്റ് എത്താ 1 പോരാ, എന്ത് വേണം? എക്സ്ട്രാ എമൗണ്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 1 പാർട്ട് ഓഫ് സിമെന്റ് ഡിവൈഡഡ് ബൈ സം ഓഫ് പാർട്സ് ഇൻറ്റു, നമ്മൾ കറക്റ്റ് 1 പാർട്ട് എടുത്താൽ എന്ത് ചെയ്യില്ല, നമുക്ക് തികയാണ്ട് വരും. അതുകൊണ്ട് എന്ത് ചെയ്യും? എക്സ്ട്രാ 52% എക്സ്ട്രാ എടുക്കും. അപ്പോൾ 52% എക്സ്ട്രാ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 1.52 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1/13 ഇൻറ്റു 1.52 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 0.117 m³. 0.117 m³. ഇനി നമുക്കറിയാം, നമ്മൾ സിമെന്റിന്റെ ക്വാണ്ടിറ്റി നമ്മൾ ഒരിക്കലും എന്തിൽ പറയില്ല? മീറ്റർ ക്യൂബിൽ പറയില്ല. നമ്മൾ എന്തിലായിരിക്കും പറയുന്നത്? സിമെന്റിന്റെ ക്വാണ്ടിറ്റി പറയുന്നത് കിലോഗ്രാംസിലോ ടൺസിലോ ആയിരിക്കും പറയുന്നത്. അപ്പോൾ മീറ്റർ ക്യൂബിൽ കിട്ടിയ ക്വാണ്ടിറ്റിയെ നമ്മൾ ടണ്ണിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനു വേണ്ടി എന്താ ചെയ്യുന്നത്? ഈ m³ കിട്ടിയ വാല്യൂവിനെ എന്ത് ചെയ്യുക? ഡെൻസിറ്റി ഓഫ് സിമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സിമെന്റ് എന്ന് പറയുന്നതാണ് 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി ഓഫ് സിമെന്റ് ഈസ് ഈക്വൽ ടു 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ആ ഒരു വാല്യൂ ഓർത്തിരിക്കുക. ആ വാല്യൂ നമുക്ക് PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഡെൻസിറ്റി ഓഫ് സിമെന്റ് എത്രയാണ്? 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ m³ ഡെൻസിറ്റി ഓഫ് സിമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടി? നമുക്കൊരു വാല്യൂ കിട്ടി, 168.37 കിലോഗ്രാംസ്. അപ്പോൾ നമുക്ക് കിലോഗ്രാമിൽ സിമെന്റിന്റെ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യണം? അതിനെ ടണ്ണിലേക്ക് കൺവേർട്ട് ചെയ്യണം. ടണ്ണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഡിവൈഡഡ് ബൈ 1000 ചെയ്തു. ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ ടൺസിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി അടുത്ത എന്താ ചെയ്യാൻ പോകുന്നത്? ക്വാണ്ടിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫൈൻ അഗ്രിഗേറ്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ, ഫൈൻ അഗ്രിഗേറ്റ് എത്ര പാർട്ടാണ് ഉള്ളത്? 4 പാർട്സ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ആണ് നമുക്കുള്ളത്. 4 പാർട്സ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫൈൻ അഗ്രിഗേറ്റ് എത്രയാണ്? 4 പാർട്സ് ആണ് ഉള്ളത്. 4 ഡിവൈഡഡ് ബൈ സം ഓഫ് പാർട്സ് എന്ന് വെച്ചാൽ എന്താണ്? 13. നമുക്ക് ആ ഒരു എമൗണ്ട് എടുത്താൽ മാത്രം കിട്ടില്ല, അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മൾ എക്സ്ട്രാ എടുത്ത ക്വാണ്ടിറ്റി, അതായത് 52% ആണ് എക്സ്ട്രാ എടുത്തത്. 4 ഇൻറ്റു 1.52 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 0.47. 0.47. 4/13 ഇൻറ്റു 1.52 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 0.47. ഇനി ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റിന്റെ ക്വാണ്ടിറ്റി, കോഴ്സ് അഗ്രിഗേറ്റ് എത്ര പാർട്ടാണുള്ളത്? 8 പാർട്ടാണ്. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ സം ഓഫ് പാർട്ട് എന്ന് വെച്ചാൽ 13. 8 ഡിവൈഡഡ് ബൈ 13. ഇനി എക്സ്ട്രാ എടുക്കുന്നതാണ് 1.52. 1.52 into 8 divided by 13 is equal to 0.94. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത്. ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ്, ക്വാണ്ടിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്, ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പോൾ യൂഷ്വലി നമുക്ക് PSC എക്സാമിൽ കണ്ടുവരുന്നത് സിമെന്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എത്ര ബാഗ് സിമെന്റ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് മിക്കപ്പോഴും എക്സാമിന് ചോദിക്കുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് ബാഗ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ 168.37 ഡിവൈഡഡ് ബൈ 50 ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 50 ചെയ്യാൻ കാര്യം? ഒരു ബാഗ് ഓഫ് സിമെന്റ് നമുക്കുള്ളത് 50 കിലോഗ്രാം സിമെന്റ് ആണ്. അപ്പൊ നമുക്ക് എത്ര ബാഗ് ഓഫ് സിമെന്റ് ആണ് നമുക്ക് വേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയ കിലോഗ്രാമിനെ ഡിവൈഡഡ് ബൈ 50 ചെയ്താൽ മതിയാവും. സോ ഈ ഒരു പ്രോബ്ലം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ.
work out the quantity of given materials required for 1:1.5:3. 1:1.5:3. ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ എല്ലാവരും. So നോക്കിക്കേ, work out the quantity of given materials required for 1:1.5:3. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? സം ഓഫ് പാർട്സ് കാൽക്കുലേറ്റ്. ഇവിടെ മിക്സ് പ്രപ്പോർഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഈ മിക്സ് പ്രപ്പോർഷൻ എന്തിന്റെയാണ്? M20യുടെ മിക്സ് പ്രപ്പോർഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സം ഓഫ് പാർട്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ സം ഓഫ് പാർട്സ് എന്ന് വെച്ചാൽ എന്താ? 1 + 1.5 + 3. 1 + 1.5 + 3 is equal to 5.5 ആണ് സം ഓഫ് പാർട്സ് കിട്ടുന്നത്. 5.5. നമുക്ക് എന്ത് ചെയ്യാം? ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? നമുക്കുള്ള സിമെന്റിന്റെ പാർട്ട് എന്താണ്? സിമെന്റ് 1 പാർട്ട് ഓഫ് സിമെന്റ് ആണുള്ളത്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് എത്രയാണ്? 5.5 ആണ് ടോട്ടൽ പാർട്സ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 5.5. ഇനി എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമുക്ക് 52% എക്സ്ട്രാ വേണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാണ്? 1.52 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 52% എക്സ്ട്രാ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് സിമെന്റ് കിട്ടും. വോളിയം ഓഫ് സിമെന്റ് എന്ന് പറയുമ്പോൾ 0.276 മീറ്റർ ക്യൂബ് ആണ് നമുക്ക് വോളിയം ഓഫ് സിമെന്റ് കിട്ടുന്നത്. നമ്മൾ സിമെന്റ് യൂഷ്വലി വോളിയത്തിൽ പറയില്ല, എന്തിലായിരിക്കും? ടെൻസിലായിരിക്കും പറയുന്നത്. അപ്പൊ ഈ വോളിയത്തിനെ നമുക്ക് വെയിറ്റിന്റെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഈ വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സിമെന്റ്. ഡെൻസിറ്റി ഓഫ് സിമെന്റ് എന്ന് വെച്ചാൽ 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ ഈ മീറ്റർ ക്യൂബ് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് കിട്ടുന്നത് വാല്യൂ കിലോഗ്രാമിലായിരിക്കും. ആ വാല്യൂ എന്ന് പറയുന്നത് 397.96. 397.76 ആണ്, കിലോഗ്രാം ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. 397.96 കിലോഗ്രാം ആണ് കിട്ടുന്ന വാല്യൂ. ഇനി നമുക്ക് എന്ത് വേണം? ഇതിനെ ടെന്നിലേക്ക് കൺവേർട്ട് ചെയ്യണം. ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ 100. സോറി, ഡിവൈഡഡ് ബൈ 1000. ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്? 0.397 ടൺസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 0.4 ടൺസ് എന്ന് നമുക്ക് എഴുതാം. 0.4 ടൺസ്. സോ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 0.4 ടൺസ് എന്നാണ് നമുക്ക് വാല്യൂ കിട്ടിയത്. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? ഫൈൻ അഗ്രിഗേറ്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫൈൻ അഗ്രിഗേറ്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫൈൻ അഗ്രിഗേറ്റ് എത്ര പാർട്ടാണ് ഉള്ളത്? 1.5 പാർട്ടാണ് ഫൈൻ അഗ്രിഗേറ്റ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1.5 ഡിവൈഡഡ് ബൈ സം ഓഫ് പാർട്സ് എന്ന് വെച്ചാൽ എത്രയായിരുന്നു? 5.5 ആയിരുന്നു സം ഓഫ് പാർട്സ്. 5.5. നമുക്ക് എന്ത് വേണം? ഈ എക്സ്ട്രാ 52% എടുക്കണം. എക്സ്ട്രാ 52% എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇൻറ്റു 1.52. സോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 0.41 മീറ്റർ ക്യൂബ്. 0.41 മീറ്റർ ക്യൂബ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ക്വാണ്ടിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത് എന്താ വേണ്ടേ? കോഴ്സ് അഗ്രിഗേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം.
സോ കോഴ്സ് അഗ്രിഗേറ്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കോഴ്സ് അഗ്രിഗേറ്റ് എത്ര പാർട്ടാണുള്ളത്? 3 പാർട്സ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. ഇപ്പോൾ 3 ഡിവൈഡഡ് ബൈ സം ഓഫ് പാർട്സ് എന്ന് വെച്ചാൽ എത്രയായിരുന്നു? 5.5 ആണ് സം ഓഫ് പാർട്സ് ഇൻറ്റു എന്ത് ചെയ്യണം? നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന 52% എന്ന് പറയുമ്പോൾ ഇൻറ്റു 1.52, then that is equal to 0.83 meter cube, 0.83 meter cube. അപ്പോൾ ഇതാണ് നമുക്ക് കോഴ്സ് അഗ്രിഗേറ്റിന്റെ ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടുന്നത്, കോഴ്സ് അഗ്രിഗേറ്റിന്റെ ക്വാണ്ടിറ്റി. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇതായിരുന്നു നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സിമെന്റിന്റെ ക്വാണ്ടിറ്റി 0.4 ടൺ, ഫൈൻ അഗ്രിഗേറ്റ് 0.41, കോഴ്സ് അഗ്രിഗേറ്റ് 0.83 ആണ് വാല്യൂ. സോ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ. ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1 cubic meter of cement concrete ratio എന്ന് പറയുന്നത് 1:2:4 is to be mixed by volume. Number of cement bags required approximately will be. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? സിമെന്റ് ബാഗ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമെന്റിന്റെ വെയിറ്റോ അതിന്റെ m³ റേറ്റോ ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. സിമെന്റ് ബാഗിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഫസ്റ്റ് എന്ത് വേണം? സം ഓഫ് പാർട്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സം ഓഫ് പാർട്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? മിക്സ് പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട് 1:2:4. 1 + 2 + 4 എത്ര വന്നു? 7. സം ഓഫ് പാർട്സ് 7 വന്നു. നമുക്ക് എന്താ സിമെന്റിന്റെ ക്വാണ്ടിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിമെന്റ് എത്ര പാർട്ടാണുള്ളത്? 1 പാർട്ടാണ് സിമെന്റ് ഉള്ളത്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ സം ഓഫ് പാർട്സ് എന്ന് പറയുമ്പോൾ 7. 1 ഡിവൈഡഡ് ബൈ 7 നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന ക്വാണ്ടിറ്റി എന്താണ്? 1.52. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ആൻസർ? 1/7 × 1.52 ചെയ്യുമ്പോൾ 0.217 മീറ്റർ ക്യൂബ്. അപ്പോൾ വോളിയം കിട്ടി 0.217 മീറ്റർ ക്യൂബ് എന്നൊരു വോളിയം കിട്ടി. ഞാൻ 0.217 എന്ത് ചെയ്യണം? അതിനെ നമുക്ക് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഡെൻസിറ്റി ഓഫ് സിമെന്റ് 1440 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിലോഗ്രാമിൽ കിട്ടും വാല്യൂ 312.69 കിലോഗ്രാം. നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് ബാഗ്സ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡഡ് ബൈ 50 ചെയ്തു. ഡിവൈഡഡ് ബൈ 50. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 6.25 ബാഗ്സ് എന്ന് കിട്ടും. ആൻസർ കിട്ടുന്നത് 6.25 എന്നാണ്. ഇനി നമ്മുടെ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കുക. നമുക്ക് 6.25ന് അടുത്തുള്ള വാല്യൂ ഏതാന്ന് നോക്കാം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 6 ഉണ്ട്, 8 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ 6.25നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാല്യൂ ആണ് 6. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 6 എന്ന് പറഞ്ഞ ഓപ്ഷൻ ബബിൾ ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. PSC എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.
സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാസ്റ്ററിംഗ് ആണ്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ അടുത്തതാണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ, 12 mm തിക്നെസ് പ്ലാസ്റ്ററിംഗ് ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. 12 mm തിക്നെസ് പ്ലാസ്റ്ററിംഗ്. അപ്പോൾ പ്ലാസ്റ്ററിങ്ങിന്റെ നമുക്ക് ഡിഫറെന്റ് പ്രപ്പോർഷൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് 1:3 സിമെന്റ് സാൻഡ് റേഷ്യോ, സെക്കൻഡ് പറയുന്നത് 1:4, പിന്നെ പറയുന്നത് 1:5 ആൻഡ് 1:6. അപ്പോൾ 1 പാർട്ട് ഓഫ് സിമെന്റ് 3 പാർട്ട് ഓഫ് സാൻഡുമാണ് 1:3 മിക്സ് പ്രപ്പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 12 mm തിക്നെസ് ആണ്. അപ്പോൾ 12 mm തിക്നെസ്സിനകത്ത് ഫസ്റ്റ് പറയുന്ന മിക്സ് പ്രപ്പോർഷൻ നമുക്ക് നോക്കാം. 1:3 ആണ് പ്രപ്പോർഷൻ, 1:3 സിമെന്റ് സാൻഡ് റേഷ്യോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർ 10 m² പ്ലാസ്റ്ററിംഗ് നമുക്ക് റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് എന്ന് പറയുന്നത് 0.14 m³ ആണ്. 0.14 m³ ആണ് റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് എന്താണ് സാൻഡ് ഫോർ 10 m² പ്ലാസ്റ്ററിംഗ്. ഇനി 1:4 സിമെന്റ് സാൻഡ് റേഷ്യോ നോക്കാം. 1:4 സിമെന്റ് സാൻഡ് റേഷ്യോ ആണെങ്കിൽ ഫോർ 10 m² പ്ലാസ്റ്ററിംഗ് നമുക്ക് വേണ്ട സാൻഡ് എന്ന് വെച്ചാൽ 0.15 m³ ആണ്. സോ ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഡേറ്റ ബുക്കിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് ആണ്, സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. ഇതേ കണക്ക് തന്നെ PSC പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് 1:5 സിമെന്റ് സാൻഡ് റേഷ്യോ. അപ്പോൾ 1 പാർട്ട് ഓഫ് സിമെന്റ് ആൻഡ് 5 പാർട്സ് ഓഫ് സാൻഡ്. അപ്പോൾ ഫോർ 10 m² പ്ലാസ്റ്ററിംഗ് നമുക്ക് വേണ്ട സാൻഡ് എന്ന് വെച്ചാൽ 0.15 m³ ഓഫ് സാൻഡ് ആണ് വേണ്ടത്. 0.15 m³ ഓഫ് സാൻഡ്. ഇനി 1:6 സിമെന്റ് സാൻഡ് റേഷ്യോ ആണെങ്കിൽ നമുക്ക് ഫോർ 10 m² പ്ലാസ്റ്ററിംഗ് നമുക്ക് വേണ്ട സാൻഡ് എന്ന് വെച്ചാൽ 0.15 m³ ഓഫ് സാൻഡ് ആണ് വേണ്ടത്. 0.15 m³ ഓഫ് സാൻഡ് ആണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് 15 mm തിക്നെസ് ആണ് പ്ലാസ്റ്ററിങ്ങിനുള്ളതെന്ന് വിചാരിക്കുക. 15 mm തിക്നെസ് ആണ് പ്ലാസ്റ്ററിങ്ങിനുള്ളതെങ്കിൽ അവിടെ നമുക്ക് ഡിഫറെന്റ് പ്രപ്പോർഷൻസിനകത്ത് സാൻഡിന്റെ വാല്യൂസ്, നമുക്ക് സിമെന്റിന്റെ വാല്യൂസ് ഡേറ്റ ബുക്കിലില്ല. സിമെന്റിന്റെ വാല്യൂസ് നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യണം. നേരത്തെ സിമെന്റ് കോൺക്രീറ്റിനകത്ത് എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്തത് അതേ രീതിയിൽ ഇവിടെയും ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. 15 mm തിക്നെസ് ആണ് നമ്മുടെ പ്ലാസ്റ്ററിങ്. അപ്പോൾ 15 mm തിക്നെസ് പ്ലാസ്റ്ററിങ്ങിനകത്ത് 1:3 സിമെന്റ് സാൻഡ് റേഷ്യോ. ദാറ്റ് മീൻസ് 1 പാർട്ട് ഓഫ് സിമെന്റ് ആൻഡ് 3 പാർട്ട് ഓഫ് സാൻഡ് അല്ലെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റ്. അപ്പോൾ ഫോർ 10 m² പ്ലാസ്റ്ററിംഗ് നമുക്ക് വേണ്ട സാൻഡ് എന്ന് വെച്ചാൽ 0.15 m³ ആണ്. 0.15 m³. ഈ റിമൈനിങ് പ്രപ്പോർഷൻ നോക്കിയാൽ 1:4 സിമെന്റ് സാൻഡ് റേഷ്യോ, 1:5 സിമെന്റ് സാൻഡ് റേഷ്യോ, 1:6 സിമെന്റ് സാൻഡ് റേഷ്യോ. അപ്പോൾ അവിടെ വേണ്ട നമുക്ക് എന്താണ് 0.165 m³ ഓഫ് 0.165 m³ ഓഫ് സാൻഡ് ആണ് ഫോർ 10 m² പ്ലാസ്റ്ററിംഗ്. 0.165 m³ ഓഫ് സാൻഡ് for 10 m² plastering. Dry volume factor for cement mortar എന്ന് വെച്ചാൽ 1:1.33 ആണ് dry volume factor of cement. അപ്പോൾ dry volume factor for cement mortar എന്ന് വെച്ചാൽ 1.33 ആണ് dry volume factor for cement mortar. ഈ dry volume factor എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം, ഒരു എക്സ്ട്രാ എമൗണ്ട് നമ്മൾ എപ്പോഴും ആഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് എടുത്തപ്പോൾ എന്താ ചെയ്തത്? സിമെന്റ് കോൺക്രീറ്റ് എടുത്തപ്പോൾ നമ്മൾ 52% എക്സ്ട്രാ എടുത്തു. അപ്പോൾ നമ്മൾ 1 m³ എന്താണ് 1.52 കൊണ്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്തു. അതേ കണക്ക് പ്ലാസ്റ്ററിങ്ങിന് നമ്മൾ എടുക്കുന്ന എക്സ്ട്രാ ക്വാണ്ടിറ്റി ആണ് ഈ ഡ്രൈ വോളിയം ഫാക്ടർ എന്ന് പറയുന്നത്. ആ ഡ്രൈ വോളിയം ഫാക്ടർ എന്ന് പറയുന്നത് 1.33 ആണ് നമ്മൾ എടുക്കുന്ന വാല്യൂ. 1.33 ഓർത്തിരിക്കുക. ഡ്രൈ വോളിയം ഫാക്ടർ ഫോർ പ്ലാസ്റ്ററിംഗ് 1.33. അത് ഓർത്തിരിക്കുക, അതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലംസ് നോക്കാം. സോ ഫസ്റ്റ് പ്രോബ്ലം നോക്കിക്കേ. For plastering with cement mortar 1:4,
12 mm thick one cot, the cement required for 10 m square. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് 1:4 ആണ് നമ്മുടെ പ്ലാസ്റ്ററിങ്ങിന്റെ റേഷ്യോ, സിമെന്റ് സാൻഡ് റേഷ്യോ. തിക്നെസ് തന്നിരിക്കുന്നത് നോക്കിയേ 12 mm തിക്നെസ് ആണ് തന്നിരിക്കുന്നത്. ഈ സിമെന്റ് റിക്വയർഡ്, സിമെന്റിന്റെ ക്വാണ്ടിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിമെന്റിന്റെ ക്വാണ്ടിറ്റി ഫോർ 10 m സ്ക്വയർ. അപ്പോൾ സിമെന്റിന്റെ ക്വാണ്ടിറ്റി ഫോർ 10 m സ്ക്വയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യാൻ പോകേണ്ടത്? നമുക്ക് മിക്സ് പ്രപ്പോർഷൻ തന്നിട്ടുണ്ട് 1:4. ഇനി നമുക്ക് ഡേറ്റാ ബുക്കിൽ നോക്കാം. ഡേറ്റാ ബുക്കിൽ എന്താ വാല്യൂസ് തന്നിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് 12 mm തിക്ക് കോട്ടാണ് 1:4 സിമെന്റ് സാൻഡ് റേഷ്യോയിൽ. നോക്കിക്കേ, 12 mm തിക്നെസിന്റെ ഡേറ്റാ ബുക്ക് താണ്ടേ. ആ 12 mm തിക്നെസ് 1:4 സിമെന്റ് സാൻഡ് റേഷ്യോ ആണ്. 1:4 സിമെന്റ് സാൻഡ് റേഷ്യോ. അപ്പോൾ നമുക്ക് ഡേറ്റാ ബുക്കിൽ അവൈലബിൾ ആയ വാല്യൂ ഉണ്ട്. 1:4 സിമെന്റ് സാൻഡ് റേഷ്യോ ആണെങ്കിൽ 10 m സ്ക്വയർ പ്ലാസ്റ്ററിംഗ് നമുക്ക് വേണ്ട സാൻഡ് നമുക്ക് ഡേറ്റാ ബുക്കിന് കിട്ടി. 0.15 m³ ആണ് സാൻഡ് നമുക്ക് വേണ്ട, സാൻഡ് എടുക്കേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കോ. അപ്പോൾ നമുക്ക് ഡേറ്റാ ബുക്കിൽ നിന്നുള്ള വാല്യൂ അനുസരിച്ച് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മിക്സ് പ്രപ്പോർഷൻ എന്താണ്? 1:4 ആണ് മിക്സ് പ്രപ്പോർഷൻ. ദാറ്റ് മീൻസ് 1 part of cement and 4 part of fine aggregate. സോ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 1 part of cement divided by 4 part of sand. ഇപ്പോൾ 4 part of sand. അപ്പോൾ ബേസിൽ കൊടുക്കേണ്ടത് സാൻഡിന്റെ വാല്യൂ, അതായത് ടോപ്പിൽ കൊടുക്കുക, ന്യൂമറേറ്ററിൽ കൊടുക്കേണ്ടത് സിമെന്റിന്റെ പ്രപ്പോർഷൻ. അപ്പോൾ നമുക്ക് അതിന് വേണ്ട എന്താണ്? 1:4 സിമെന്റ് സാൻഡ് റേഷ്യോയിൽ 12 mm തിക്നെസ് പ്ലാസ്റ്ററിങ്ങിനകത്ത് സാൻഡിന്റെ ക്വാണ്ടിറ്റി എത്ര ആയിരുന്നു പറഞ്ഞിരുന്നത്? സാൻഡിന്റെ ക്വാണ്ടിറ്റി 0.15 ആണ് സാൻഡിന്റെ ക്വാണ്ടിറ്റി പറയുന്നത്. അപ്പൊ സാൻഡിന്റെ ക്വാണ്ടിറ്റിയുമായിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാം ഇൻറ്റു 0.15. ഇൻറ്റു 1/4 ഇൻറ്റു 0.15. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? മീറ്റർ ക്യൂബിലായിരിക്കും വരുന്നത്. ഇപ്പൊ സിമെന്റിന്റെ വോളിയം മീറ്റർ ക്യൂബിൽ കിട്ടും. മീറ്റർ ക്യൂബിൽ കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് എന്ത് വേണം? അത് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1/4 ഇൻറ്റു 0.15 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ മീറ്റർ ക്യൂബിലാണ്. അതിനെന്ത് ചെയ്യണം? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനാണ് 1440 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിലോഗ്രാമിലെ വാല്യൂ കിട്ടും. 54 കിലോഗ്രാം ആണ് കിട്ടുന്ന വാല്യൂ. 54 kilograms. So അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. For plastering with cement mortar, for plastering with cement mortar 1:4, 20 mm thick one cot, cement required for 10 m square. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടില്ല? നമുക്ക് വാല്യൂസ് ഒന്നും ഡേറ്റ ബുക്കിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് കൊടുത്തിരിക്കുന്നത് 20 mm ആണ് പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ എന്താ ഉണ്ടായിരുന്നത്? നമുക്ക് ഡേറ്റാ ബുക്കിലുള്ള വാല്യൂസ് 12 mm 15 mm മാത്രമേ ഡേറ്റാ ബുക്കിൽ നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? എല്ലാം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് നമുക്കുള്ള തിക്നെസ് 20 mm തിക്നെസ് ആണ് തന്നിട്ടുള്ളത്. ഇനി 20 mm തിക്നെസ് പ്ലാസ്റ്ററിംഗ് ആണ് തന്നിട്ടുള്ളത്.
നമുക്ക് പ്ലാസ്റ്റർ ചെയ്യേണ്ട ഏരിയ നോക്കിക്കേ. പ്ലാസ്റ്റർ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് 10 മീറ്റർ സ്ക്വയർ ഏരിയ ആണ് പ്ലാസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ സിമെന്റ് കോൺക്രീറ്റിനകത്ത് എങ്ങനെയാണ് സിമെന്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തത് അതേ രീതിയിലാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താ നമുക്ക് വേണ്ടത്, നമുക്ക് അതിന്റെ മിക്സ് സം ഓഫ് പാർട്സ് ചെയ്യാണ്. സം ഓഫ് പാർട്സ് അപ്പോൾ 1:4 ആണ് മിക്സ് പ്രപ്പോർഷൻ. അപ്പോൾ സം ഓഫ് പാർട്സ് എന്ന് പറയുമ്പോൾ 1 + 4 എന്ത് വന്നു, 5 വന്നു. 5. ഇനി നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സിമെന്റ് എത്രയാണ്, 1 പാർട്ട് ഓഫ് സിമെന്റ് ആണുള്ളത്, ഡിവൈഡഡ് ബൈ സം ഓഫ് പാർട്സ്. സം ഓഫ് പാർട്സ് എന്ന് പറയുമ്പോൾ 5 വരും. 1 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു എന്താ വരുന്നത്, നമുക്ക് ഇനി എന്ത് വേണം, നമുക്ക് എന്താണ് തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിംഗുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിംഗ് എത്രയായിരുന്നു, 20 mm ആണ് തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിംഗ്. അപ്പോൾ തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിംഗുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു 20. ഇനി തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിംഗ് എന്താണ്, മില്ലിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ എന്ത് ചെയ്യണം, അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 1000, 20 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു, നമ്മുടെ പ്ലാസ്റ്റർ ചെയ്യേണ്ട തിക്നെസ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ആ ഡ്രൈ വോളിയം ഫാക്ടർ വെച്ചാൽ നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഡ്രൈ വോളിയം ഫാക്ടർ, അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡ്രൈ വോളിയം ഫാക്ടർ എന്തായിരുന്നു, 1.33 ആയിരുന്നു. 1.33 ആയിരുന്നു ഡ്രൈ വോളിയം ഫാക്ടർ. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യേണ്ട ഏരിയയുമായിട്ട് മൾട്ടിപ്ലൈ, 10 മീറ്റർ സ്ക്വയറിലാണ് നമുക്ക് പ്ലാസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻറ്റു 10. ഇപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിമെന്റിന്റെ ക്വാണ്ടിറ്റി വോളിയത്തിൽ കിട്ടും, അതായത് മീറ്റർ ക്യൂബിൽ കിട്ടും. നമുക്ക് പക്ഷെ സിമെന്റിന്റെ ക്വാണ്ടിറ്റി കിലോഗ്രാമിലാണ് വേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇൻറ്റു 1440 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1440 മൾട്ടിപ്ലൈ ചെയ്യുന്നു. കിട്ടുന്ന വാല്യൂ ആണ് 76.6 കിലോഗ്രാം. 76.6 kilograms ആണ് കിട്ടുന്ന വാല്യൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഡേറ്റ ബുക്ക്, അതായത് ഡയറക്റ്റ് നമുക്ക് ടാബിൾ കോളത്തിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് അതേ കണക്കാൻ അങ്ങ് എഴുതിയാൽ മതി. അല്ലാത്ത വാല്യൂസ് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ 12 mm പ്ലാസ്റ്ററിങ്ങിനും 15 mm പ്ലാസ്റ്ററിങ്ങിന്റെയും ഡിഫറെന്റ് പ്രപ്പോർഷൻസ് നമുക്ക് ഡയറക്റ്റ് ടാബിൾ കോളം അല്ലെങ്കിൽ ഡേറ്റ ബുക്കിലെ ഈ വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇതിനകത്ത് ഇല്ലാത്ത വാല്യൂസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയായിരിക്കും. ഇനി നമുക്ക് അടുത്ത് നോക്കുന്നത് ബ്രിക്ക് വർക്ക് ആണ്. ബ്രിക്ക് വർക്ക്, അപ്പൊ ബ്രിക്ക് വർക്ക് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യും, സൂപ്പർ സ്ട്രക്ചറിലും യൂസ് ചെയ്യും, അതേ കണക്ക് തന്നെ ഫൂട്ടിങ്സിലും യൂസ് ചെയ്യാറുണ്ട്. ഈ ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു M³ ബ്രിക്ക് വർക്കിൽ നമുക്ക് എത്ര ബ്രിക്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ബ്രിക്സ്, ഒരു M³ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് ബ്രിക്സ് എന്ന് വെച്ചാൽ എത്രയാണ്, 500 നമ്പർ ഓഫ് ബ്രിക്സ് ആണ് ഉള്ളത്. ഇനി അതിന്റെ വോളിയം ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു M³ ബ്രിക്കിന്റെ വോളിയം എന്ന് വെച്ചാൽ 0.769 m³ ആണ് ബ്രിക്കിന്റെ വോളിയം. ഒരു M³ വോൾ അല്ലെങ്കിൽ ഒരു M³ ബ്രിക്ക് വർക്കിനകത്ത് ബ്രിക്കിന്റെ വോളിയം എന്ന് വെച്ചാൽ 0.769 m³. മോട്ടാറിന്റെ വോളിയം എന്ന് വെച്ചാൽ 0.23 m³. മോട്ടാറിന്റെ വോളിയം 0.23 m³ ആണ് മോട്ടാറിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചുള്ള ഒരു പ്രോബ്ലം നോക്കാം. In analysis of rate, the quantity of dry mortar for 10 m³ brickwork is taken as. അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ, in analysis of rates, the quantity of dry mortar, നമുക്ക് dry mortar ആണ് വേണ്ടത് for 10 m³ brickwork. Quantity of dry mortar for 10 m³ brickwork. സോ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു
നമുക്ക് ഒരു എം ക്യൂബിൽ നമുക്ക് വേണ്ട മോട്ടാർ എന്താണ് 0.23 എം ക്യൂബ് ആണ് മോട്ടാർ വേണ്ടത്. ഒരു എം ക്യൂബിൽ വേണ്ട മോട്ടാർ 0.23 എം ക്യൂബ് ആണ്. നമുക്കുള്ള ബ്രിക്കിന്റെ ക്വാണ്ടിറ്റി എന്താണ്? 10 എം ക്യൂബ് ബ്രിക്ക് വർക്ക് ആണ് നമുക്കുള്ളത്. 10 എം ക്യൂബ് ബ്രിക്ക് വർക്കിനകത്ത് എത്ര ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ മോട്ടാർ ആണ് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 0.23 ഇൻറ്റു 10 ചെയ്താൽ മതി. 0.23 ഇൻറ്റു 10. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതൊരു വോളിയം ശ്രിങ്കേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഡ്രൈ വോളിയം ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 0.23 ഇൻറ്റു 10 ഇൻറ്റു 1.33 ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് 3.059 മീറ്റർ ക്യൂബ്. അപ്പോൾ 10 എം ക്യൂബ് ബ്രിക്ക് വർക്കിനകത്ത് നമുക്ക് വേണ്ട ഡ്രൈ മോട്ടാറിന്റെ വോളിയം എന്ന് പറയുന്നത് 3.059 മീറ്റർ ക്യൂബ് ആണ് വോളിയം. 3.059 മീറ്റർ ക്യൂബ്. നെക്സ്റ്റ് പറയുന്നതാണ് റാൻഡം റബിൾ മേസണറി. റാൻഡം റബിൾ മേസണറി. അപ്പോൾ റാൻഡം റബിൾ മേസണറിക്കകത്ത് നമുക്ക് 1 എം ക്യൂബ് റാൻഡം റബിൾ മേസണറി ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റോണിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1.25 എം ക്യൂബ് ആണ് നമ്മൾ എടുക്കേണ്ട സ്റ്റോണിന്റെ ക്വാണ്ടിറ്റി. അല്ലാതെ കറക്റ്റ് 1 എം ക്യൂബ് സ്റ്റോണും എടുത്ത് വെച്ച് കറക്റ്റ് 1 എം ക്യൂബ് സ്റ്റോണും എടുത്ത് വെച്ച് 1 എം ക്യൂബ് റാൻഡം റബിൾ മേസണറി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റാൻഡം റബിൾ മേസണറി 1 എം ക്യൂബ് റാൻഡം റബിൾ മേസണറി ആണ് ചെയ്യുന്നതെങ്കിൽ 1.25 എം ക്യൂബ് ആണ് നമ്മൾ എടുക്കേണ്ട സ്റ്റോണിന്റെ വാല്യൂ. 1.25 എം ക്യൂബ് ആണ് നമ്മൾ എടുക്കേണ്ട സ്റ്റോണിന്റെ വാല്യൂ. ഇനി സാൻഡിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.3 മീറ്റർ ക്യൂബ് ആണ്. ഈ വാല്യൂസ് എല്ലാം ഓർത്തിരിക്കണം, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ സാൻഡിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.3 മീറ്റർ ക്യൂബ് ആണ് റാൻഡം റബിൾ മേസണറിക്കകത്ത് സാൻഡിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. So, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് റിക്വയർഡ് ഫോർ 1 cubic meter റാൻഡം റബിൾ മേസണറി 1:8 സിമെന്റ് സാൻഡ് മോട്ടർ. 1:8 സിമെന്റ് സാൻഡ് മോട്ടർ. നമുക്ക് വേണ്ട എന്താണ്? സിമെന്റിന്റെ ക്വാണ്ടിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 1 cubic meter ആണ് ഉള്ളത്. സിമെന്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 1 എം ക്യൂബിനകത്ത് നമുക്ക് എടുക്കേണ്ട സ്റ്റോണിന്റെ ക്വാണ്ടിറ്റി 1.25 ആണെന്നും സാൻഡിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 0.3 എം ക്യൂബ് ആണ് സാൻഡിന്റെ ക്വാണ്ടിറ്റി എടുക്കേണ്ടത്. സിമെന്റിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നോക്കിക്കേ. നമ്മുടെ മിക്സ് പ്രപ്പോർഷൻ എന്താണ്? 1:8 ആണ്. അപ്പോൾ 1 പാർട്ട് ആണ് നമുക്ക് വേണ്ട എന്ത്? സിമെന്റ് എന്ന് പറയുന്നത് 1 പാർട്ട് ആണ് സിമെന്റ് വേണ്ടത്. നമുക്ക് എത്ര പാർട്ടാണ് സാൻഡ് ഉള്ളത്? 8 പാർട്ടാണ് സാൻഡ് ഉള്ളത്. ഇനി സാൻഡ് എത്ര വേണമെന്ന് നമുക്കറിയാം. സാൻഡ് എത്ര ക്വാണ്ടിറ്റി ആണ്? 1 എം ക്യൂബ് റാൻഡം റബിൾ മേസണറിക്ക് വേണ്ട സാൻഡിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.3 ആണ്. നമ്മുടെ 0.3 ആണ് സാൻഡിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 1/8 ഇൻറ്റു 0.3. 0.3. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിമെന്റിന്റെ ക്വാണ്ടിറ്റി വോളിയത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമെന്റിന്റെ ക്വാണ്ടിറ്റി വോളിയത്തിൽ കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ ഡെൻസിറ്റി ഓഫ് സിമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡെൻസിറ്റി ഓഫ് സിമെന്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 1440 ഡെൻസിറ്റി ഓഫ് സിമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് നമുക്ക് കിലോഗ്രാംസിൽ കിട്ടും. 54 കിലോഗ്രാംസ്. 54 കിലോഗ്രാംസ് ആണ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷനകത്ത് നമുക്ക് 2 പാർട്ടായിട്ടാണുള്ളത്. ഒരു പാർട്ടിൽ നമ്മൾ എസ്റ്റിമേഷൻ പറയും, സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ വാല്യുവേഷൻ പറയുന്നത്. അപ്പോൾ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.
സോ നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് വാല്യുവേഷൻ. അപ്പോൾ എന്തായിരിക്കും വാല്യുവേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അത് ലാൻഡ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ് ആകാം. അത് ഇപ്പോൾ നമ്മൾ വിൽക്കുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ റെന്റിന് കൊടുക്കുവാണെങ്കിലോ നമുക്കപ്പം കിട്ടുന്ന പ്രസന്റ് വാല്യൂ ആണ്. അപ്പോൾ റെന്റിന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എത്ര റെന്റ് കിട്ടും, നമ്മൾ വിൽക്കാൻ പോവുകയാണെങ്കിൽ എന്താണ് നമുക്ക് വിൽക്കാൻ നേരത്ത് കിട്ടുന്ന ആ വില, ഇതൊക്കെയാണ് നമ്മൾ വാല്യുവേഷനകത്ത് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന പ്രസന്റ് മാർക്കറ്റ് റേറ്റ്, അതാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡെഫിനിഷൻസ് ആയിട്ട് നോക്കാം. സോ നോക്കിക്കേ, വാല്യുവേഷൻ ഈസ് ദ ടെക്നിക് ഓഫ് എസ്റ്റിമേറ്റിംഗ് ഓർ ഡിറ്റർമൈനിങ് ദ ഫെയർ പ്രൈസ് ഓർ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി. ഈ ഡെഫിനിഷൻ അതേപോലെ തന്നെ ഓർത്തിരിക്കുക. ചിലപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു സെന്റൻസ് തന്നിട്ട് അത് ഇത് എന്തിന്റെ ഡെഫിനിഷൻ ആണ്, എസ്റ്റിമേഷൻ ആണോ വാല്യുവേഷൻ ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് 1-2 തവണ വായിക്കുമ്പോൾ തന്നെ അത് എന്തിന്റെ ഡെഫിനിഷൻ ആണ് അല്ലെങ്കിൽ അത് എന്താണ് ഡിഫൈൻ ചെയ്യുന്നതൊക്കെ മനസ്സിലാവും. അപ്പോൾ വാല്യുവേഷൻ, ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് എസ്റ്റിമേറ്റിംഗ് ഓർ ഡിറ്റർമൈനിങ് ദ ഫെയർ പ്രൈസ് ഓർ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് എന്ത് ബിൽഡിംഗ് വേണമെങ്കിലും പറയാം, ബിൽഡിങ്സ്, എ ഫാക്ടറി ഓർ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് ഓർ വേരിയസ് ടൈപ്സ് ഓഫ് ലാൻഡ് എക്സെട്ര. So by valuation the present value of a property is determined. So the present value of property is decided by its selling price or income it may fetch. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് purpose of valuation. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നമുക്ക് among the following which is the purpose of valuation എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വാല്യുവേഷൻ എടുക്കുക, ഒരു പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ എടുക്കുക? ഫസ്റ്റ് വൺ ആണ് ബൈയിങ് ഓർ സെല്ലിങ് എ പ്രോപ്പർട്ടി. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു വസ്തു വിൽക്കാൻ പോകുവാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ പ്രോപ്പർട്ടിയുടെ വില നമ്മളൊന്ന് തീരുമാനിക്കും. അതിനെയാണ് ബൈയിങ് ഓർ സെല്ലിങ് എ പ്രോപ്പർട്ടി. ഇപ്പൊ എൻ്റെ വസ്തു ഞാൻ വിൽക്കാൻ പോവുകയാണെങ്കിൽ എന്ത് വേണം, ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണ്, അതിന്റെ പ്രസന്റ് മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നെക്സ്റ്റ് പറയുന്നതാണ് ടാക്സേഷൻ. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ ടാക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ്. അല്ലാതെ എല്ലാ പ്രോപ്പർട്ടിക്കും, നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രോപ്പർട്ടിക്കും അല്ലെങ്കിൽ എല്ലാ ബിൽഡിങ്ങിനും ഒരേ ടാക്സ് അല്ല. ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ അനുസരിച്ചിട്ടാണ് അതിന്റെ ടാക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ചില റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഇപ്പോൾ നമ്മുടെ താമസിക്കുന്ന ഹൗസസിനകത്ത് അതിന്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് എന്ത് വരും, അതിന് ടാക്സ് വരും. ഒരു പെർട്ടിക്കുലർ സ്ക്വയർ ഫീറ്റിന് എബോവ് ആണെങ്കിൽ എന്ത് കൊടുക്കണം, നമ്മൾ ലക്ഷറി ടാക്സ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്, ടാക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് റെന്റ് ഫിക്സേഷൻ. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടിയുടെ റെന്റ് ഫിക്സ് ചെയ്യുന്നതും അതിന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ്. ഇപ്പോ നമുക്ക് പറയാലോ, ഇപ്പൊ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു വീടിന്റെ റെന്റ് ആയിരിക്കുമോ ഇപ്പൊ ഒരു കുറച്ച് ബസ് റൂട്ട് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തെ വീടിന്റെ റെന്റ്, രണ്ടും എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. അപ്പോൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ റെന്റ് ഫിക്സ് ചെയ്യുന്നത്. സോ ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദ റെന്റ് ഓഫ് എ പ്രോപ്പർട്ടി ദ വാല്യുവേഷൻ ഇസ് റിക്വയർഡ്. സോ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം ഓർത്തിരിക്കണം, ഇത് PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Rent is usually fixed on a certain percentage of amount of valuation. അപ്പോൾ റെന്റ് നമുക്ക് ഒരു പ്രോപ്പർട്ടിയുടെ 6 to 10% ആണ് നമ്മളൊരു പ്രോപ്പർട്ടിയുടെ റെന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഒരു പ്രോപ്പർട്ടിയുടെ 6 to 10% ആണ്, ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ 6 to 10% ആണ് അതിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ ആണ് സെക്യൂരിറ്റി ഓഫ് ലോൺ ഓർ മോർട്ടേജസ്. സെക്യൂരിറ്റി ഓഫ് ലോൺ ഓർ മോർട്ടേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ലോൺ എടുക്കണം, പ്രോപ്പർട്ടി ലോൺ എടുക്കുവാണ്, അപ്പോൾ അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് ലോൺ ഒക്കെ എടുക്കുവാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി നമ്മൾ പണയമായിട്ട് കൊടുക്കണം. ആ സമയത്ത് നമ്മുടെ ഇപ്പോൾ എനിക്കൊരു 10 ലക്ഷം രൂപ ലോൺ എടുക്കണം. അപ്പോൾ ബാങ്കിൽ ചെന്ന് എനിക്കൊരു 10 ലക്ഷം രൂപ വേണം, ഇതാണ് എൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി എന്ന് നമ്മൾ കൊടുക്കുവാണ്. ഇപ്പൊ ബാങ്ക് ഉടനെ എടുത്താൽ 10 ലക്ഷം, നമ്മുടെ കയ്യിലുള്ള വസ്തു പണയമായി എടുത്തിട്ട് 10 ലക്ഷം രൂപ തരില്ല. ആ 10 ലക്ഷം രൂപ തരാനായിട്ട് നമ്മുടെ പ്ലോട്ടിന് അത്രയും വാല്യൂ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കണം. അതാണ് സെക്യൂരിറ്റി ഓഫ് ലോൺ ഓർ മോർട്ടേജസ്. അപ്പോൾ അതിനുവേണ്ടി ബാങ്ക് എന്ത് ചെയ്യും, ബാങ്കിന് ഒരു വാല്യൂവർ ഉണ്ടാവും. ബാങ്കിന്റെ വാല്യൂവർ നമ്മുടെ പ്ലോട്ടിൽ വന്ന്
ആ പ്ലോട്ടിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യും. അതിന്റെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് മാത്രമേ നമുക്ക് ലോൺ ആയിട്ട് കിട്ടുള്ളൂ. നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണോ ആ ഫുൾ എമൗണ്ടും ഒരിക്കലും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടത്തില്ല. അതിന്റെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട്, അതിന്റെ ഒരു ശതമാനം എമൗണ്ട് ആണ് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നത്. അപ്പോൾ അതാണ് സെക്യൂരിറ്റി ഓഫ് ലോൺ ഓർ മോർട്ടേജസ്. ഇനി കമ്പൽസറി അക്വിസിഷൻ. സോ കമ്പൽസറി അക്വിസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചില സമയങ്ങളിൽ സർക്കാർ നമ്മുടെ ലാൻഡ് ഏറ്റെടുക്കും. ഇപ്പോൾ ഹൈവേ പ്രോജക്ട്സ് അല്ലെങ്കിൽ മെട്രോ റെയിൽ പ്രോജക്ട്സ് അല്ലെങ്കിൽ ഹൈ സ്പീഡ് റെയിൽ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, സർക്കാർ ലാൻഡ് അക്വിസിഷൻ നടത്തും. അപ്പോൾ അവിടെയും എന്താ ചെയ്യുന്നത്, നമ്മൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ ആൾക്കാർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഗവൺമെന്റ് പ്രോജക്ട്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാൻഡ് അക്യൂർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ പൊന്നും വില കൊടുത്താണ് ലാൻഡ് വാങ്ങുന്നത്. പൊന്നും വില എന്ന് വെച്ചാൽ നമുക്കുള്ള മാർക്കറ്റ് റേറ്റിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ആ ലാൻഡ് വാങ്ങുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് വാല്യുവേഷൻ ഓഫ് എ പ്രോപ്പർട്ടി ഈസ് ഓൾസോ റിക്വയർഡ് ഫോർ ഇൻഷുറൻസ്, ബെറ്റർമെന്റ് ചാർജസ് ആൻഡ് സ്പെക്യുലേഷൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. സോ പർപ്പസ് ഓഫ് വാല്യുവേഷൻ, വാല്യുവേഷന്റെ പർപ്പസ് എന്തൊക്കെയാണ്? അപ്പോൾ ഫസ്റ്റ് പർപ്പസ് ആയിരുന്നു ബൈയിങ് ഓർ സെല്ലിങ് എ പ്രോപ്പർട്ടി, സെക്കൻഡ് വൺ ആയിരുന്നു ടാക്സേഷൻ, തേർഡ് വൺ റെന്റ് ഫിക്സേഷൻ, ഫോർത്ത് വൺ സെക്യൂരിറ്റി ഓഫ് ലോൺ ഓർ മോർട്ടേജസ്, ഫിഫ്ത്ത് വൺ കമ്പൽസറി അക്വിസിഷൻ, ആൻഡ് ലാസ്റ്റ് പറയുന്നതാണ് ഇൻഷുറൻസ്, ബെറ്റർമെന്റ് ചാർജസ്, സ്പെക്യുലേഷൻസ് എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയുന്നതാണ് ഗ്രോസ് ഇൻകം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് ഗ്രോസ് ഇൻകം, നെറ്റ് ഇൻകം എന്നൊക്കെ പറയുന്നത്. സോ ഗ്രോസ് ഇൻകം എന്ന് പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വീടുണ്ട്. ആ വീട് ഞാൻ എന്ത് ചെയ്യാണ്, റെന്റിന് കൊടുക്കുവാണ്. റെന്റിന് കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് എല്ലാ മാസവും അതിനകത്ത് ഒരു ഫിക്സഡ് എമൗണ്ട് റെന്റ് ആയിട്ട് ഇടും. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള വീട് 10,000 റുപ്പീസ് പെർ മന്തിനാണ് ഞാൻ 10,000 റുപ്പീസ് പെർ മന്തിനാണ് ഞാൻ റെന്റിന് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഓരോ മാസം എന്ത് ചെയ്യും, 10,000 റുപ്പീസ് എനിക്ക് അവിടെ നിന്നൊരു ഇൻകം കിട്ടും. അതിനെയാണ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി നമുക്ക് എല്ലാ മാസവും കിട്ടുന്ന ആ ഒരു ഇൻകത്തിനെയാണ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. The total income and includes all receipts from various sources. The outgoings and operation and collection charges are not deducted. ഇതാണ് ഗ്രോസ് ഇൻകം. നമുക്കൊരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് പറയുന്നതാണ് നെറ്റ് ഇൻകം ഓർ നെറ്റ് റിട്ടേൺ. നെറ്റ് ഇൻകം ഓർ നെറ്റ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ഞാൻ റെന്റിന് കൊടുക്കുവാണ്. എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന റെന്റ് ആണ് 10,000 റുപ്പീസ്. ഇനി എന്താ സംഭവിക്കുക, ആ ബിൽഡിങ്ങിന്റെ മെയിൻ്റനൻസ് ഒക്കെ ആരായിരിക്കും ചെയ്യേണ്ടത്? ആ ബിൽഡിങ്ങിന്റെ ഓണർ എന്ന നിലയ്ക്ക് ഞാനായിരിക്കണം ചെയ്യേണ്ടത്. അത് കണക്ക് ആ ബിൽഡിങ്ങിന്റെ ആ ബിൽഡിങ്ങിന്റെ ടാക്സ് പേ ചെയ്യേണ്ടതും അതിന്റെ ഓണർ എന്ന നിലയ്ക്ക് ഞാനായിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന 10,000 റുപ്പീസ് റെന്റിൽ നിന്നാണ് അല്ലെങ്കിൽ ഇൻകത്തിൽ നിന്നാണ് ഞാൻ ആ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അപ്പൊ അതെല്ലാം ചെയ്ത് ബാക്കി എൻ്റെ കയ്യിൽ വരുന്ന സേവിങ് എമൗണ്ടിനെയാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടിയിൽ നിന്ന് എനിക്കൊരു ഇൻകം ഉണ്ട്. ആ ഇൻകത്തിൽ നിന്ന് ഞാൻ ആ പ്രോപ്പർട്ടിക്ക് വേണ്ടി കുറച്ച് എമൗണ്ട് ചെലവാക്കി കഴിഞ്ഞ് ബാക്കി വരുന്ന എമൗണ്ടിനെയാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. നെറ്റ് ഇൻകം. ഇങ്ങനെ ചെലവാക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ പ്രോപ്പർട്ടിയുടെ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ മെയിൻ്റെനൻസ്, അത് കണക്ക് ആ ബിൽഡിങ്ങിന്റെയും പ്രോപ്പർട്ടിയുടെയും ടാക്സ് ഒക്കെ എന്താണ്, അത് എനിക്ക് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. അതിനെയാണ് നമ്മൾ ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെറ്റ് ഇൻകത്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്. നെറ്റ് ഇൻകം ഈസ് ഈക്വൽ ടു ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സ്. നെറ്റ് ഇൻകം ഈസ് ഈക്വൽ ടു ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഓർത്തിരിക്കുക. ഗ്രോസ് ഇൻകം, നെറ്റ് ഇൻകം നമ്മൾ ഓപ്ഷൻസിനകത്തൊക്കെ പലപ്പോഴും വരുന്നതാണ്. ഓപ്ഷൻ എ ഗ്രോസ് ഇൻകം, ഓപ്ഷൻ ബി നെറ്റ് ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റിനകത്ത് ഓപ്ഷൻസ് നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റിന്റെ ആൻസർ അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് ഓപ്ഷൻസ് അറിയാമെങ്കിൽ ആ ഓപ്ഷൻസ്, ഇപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്, ആ 4 ഓപ്ഷൻസിനകത്ത് 3 ഓപ്ഷന്റെ ഡെഫിനേഷൻ എന്താണ്, ആ 3 ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് അറിയാമെങ്കിൽ 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും ആ ക്വസ്റ്റിന്റെ ആൻസർ. അങ്ങനെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ പലപ്പോഴും പല PSC എക്സാംസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്ന ഓപ്ഷൻസിനകത്ത് ഇൻക്ലൂഡ് ആണ് ഗ്രോസ് ഇൻകം, നെറ്റ് ഇൻകം, ഈ ഔട്ട് ഗോയിങ്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ. അപ്പൊ അതെന്താന്ന് കറക്റ്റ് ആയിട്ട് ഓർത്തിരുന്ന 4ാമത്തെ സാധനമായിരിക്കും
നമുക്ക് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റിന്റെ ആൻസർ, അങ്ങനെയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് ചോദിക്കണമെന്നില്ലെങ്കിലും ഇത് ഓപ്ഷൻസിനകത്ത് വരുന്ന ഒരു കാര്യമാണ് ഗ്രോസ് ഇൻകവും നെറ്റ് ഇൻകവും ഒക്കെ. ഇനി നെക്സ്റ്റ് വൺ ആണ് ഔട്ട് ഗോയിങ്. ഓക്കെ, നെക്സ്റ്റ് ഔട്ട് ഗോയിങ്സ്. സോ ഞാൻ പറഞ്ഞു ഔട്ട് ഗോയിങ്സ് എന്താണെന്ന്. ഇപ്പോൾ നമുക്ക് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി ചെലവാക്കുന്ന കാര്യങ്ങളാണ്, നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ചെലവാക്കുന്ന കാര്യങ്ങളാണ് ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഔട്ട് ഗോയിങ്സ് ആണ്, അത് ഓർത്തിരിക്കുക. ഫസ്റ്റ് വൺ ആണ് ടാക്സ്. അപ്പോൾ ടാക്സ് പേ ചെയ്യുന്നതാണ് ആരാണ്? ഓണർ ആണ് ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ ടാക്സിനകത്ത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സസ് ഉണ്ട്, അതും കൂടെ ഓർത്തിരിക്കുക. മുനിസിപ്പൽ ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, പിന്നെ ആ ടാക്സസ് ഒക്കെ ഏതാണെന്ന് ഓർത്തിരിക്കുക. ഈ നെക്സ്റ്റ് വൺ പറയുന്നതാണ് റിപ്പയേഴ്സ്. അപ്പോ സെക്കൻഡ് വൺ ആണ് റിപ്പയേഴ്സ്. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ ചെയ്യുന്ന റിപ്പയർ വർക്കൊക്കെ ആരായിരിക്കും? അതിന്റെ ഓണർ ആയിരിക്കും. അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻകത്തിൽ നിന്നാണ് ആ റിപ്പയർ വർക്ക് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി എത്രയാണ്? 10 to 15% ഓഫ് ഗ്രോസ് ഇൻകം ഓർ ഗ്രോസ് റെന്റ് ഈസ് അലൗഡ് ഫോർ റിപ്പയേഴ്സ്. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും സേവിങ്സ് ഒക്കെ മിച്ചം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇതും എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് റിപ്പയർ വർക്കിന് എടുക്കേണ്ട എമൗണ്ട് എത്രയാണ്? അപ്പോൾ യൂഷ്വലി 10 to 15% ഓഫ് ഗ്രോസ് ഇൻകം ഓർ ഗ്രോസ് റെന്റ്. അപ്പോൾ ഏതിൽ നിന്നാണ് നോക്കുക? ഗ്രോസ് ഇൻകത്തിന്റെ 10 to 15%, നെറ്റ് ഇൻകത്തിൽ നിന്നുമല്ല, ഗ്രോസ് ഇൻകത്തിന്റെ 10 to 15% ആണ് നമ്മൾ റിപ്പയർ വർക്കിന് എടുക്കേണ്ട ക്വാണ്ടിറ്റി. ഗ്രോസ് ഇൻകത്തിന്റെ 10 to 15% ആണ് നമ്മൾ റിപ്പയർ വർക്കിനായിട്ട് മാറ്റി വെക്കേണ്ടത്. ഇനി തേർഡ് വൺ ആണ് മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ്. അപ്പോൾ മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ് എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് നമ്മൾ റെന്റിന് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് റെന്റിന് കൊടുക്കുമ്പോൾ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മൾ സെക്യൂരിറ്റി ഗാർഡ്സിനെ വെക്കും. അത് കണക്കിന് അതിനകത്ത് ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സിനെ വെക്കും. പിന്നെ അതിനകത്ത് വരുന്ന പ്ലംബിംഗ് വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് അതിന്റെ ഓണർ ആണ്, അല്ലാതെ അതിനകത്തുള്ള ഷോപ്പിന്റെ ആൾക്കാരല്ല അവിടെ പ്ലംബേഴ്സിനെയൊക്കെ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ആരായിരിക്കും ചെയ്യേണ്ടത്? അതിന്റെ ഓണർ ആയിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസ് ആണ് മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ്. ഈ മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ് എത്രയാണ് വരുന്നത് നോക്കിക്കേ. 10 to 15% ഓഫ് ഗ്രോസ് ഇൻകം ഓർ ഗ്രോസ് റെന്റ്. അപ്പോൾ മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ് എടുക്കുന്നത് 5 to 10% ഓഫ് ഗ്രോസ് ഇൻകം. ഈ പെർസെൻറ്റേജ് വാല്യൂ മാറിപ്പോരുത്. മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ് 5 to 10% ഓഫ് ഗ്രോസ് ഇൻകം. അത് കണക്കിന് റിപ്പയർ വർക്ക് 10 to 15% ഓഫ് ഗ്രോസ് ഇൻകം ഓർ ഗ്രോസ് റെന്റ്. റിപ്പയർ വർക്ക് 10 to 15% ഓഫ് ഗ്രോസ് ഇൻകം ഓർ ഗ്രോസ് റെന്റ്. മാനേജ്മെന്റ് കളക്ഷൻ ചാർജസ് 5 to 10% ഓഫ് ഗ്രോസ് ഇൻകം ഓർ ഗ്രോസ് റെന്റ്. ഈ നെക്സ്റ്റ് പറയുന്നതാണ് സിങ്കിങ് ഫണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് സിങ്കിങ് ഫണ്ട്. സോ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് 10 lakh rupees ചിലവായി. അപ്പോൾ ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന എത്ര? 10 lakh rupees ചിലവായി. ഈ ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ 20 years, 20 വർഷത്തേക്കാണ് ഞാൻ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. 10 lakh rupeesനാണ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത്. അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് 20 വർഷമാണ്. ഇപ്പോൾ 20 വർഷം കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ ആ ബിൽഡിങ്ങിന് വേണ്ടി ചെലവാക്കിയ 10 lakh rupees എൻ്റെ കയ്യിൽ വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ വർഷവും കുറച്ച് എമൗണ്ട് സേവ് ചെയ്ത് വെക്കും.
ആ സേവ് ചെയ്ത് വെക്കുന്ന എമൗണ്ടിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പോൾ ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു, 10 lakh rupees-നാണ് ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത്. അതിന്റെ ലൈഫ് എന്ന് വെച്ചാൽ 20 years ആണ്. ആഫ്റ്റർ ലൈഫ് ടൈം, ആ ബിൽഡിങ്ങിന്റെ ലൈഫ് ടൈം കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ആ ബിൽഡിങ്ങിന് വേണ്ടി ചെലവാക്കിയ എമൗണ്ട് എൻ്റെ കയ്യിൽ വരണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഞാൻ ഓരോ വർഷവും കുറച്ച് എമൗണ്ട് സേവ് ചെയ്ത് വെക്കും. ആ ബിൽഡിങ്ങിന് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഗ്രോസ് ഇൻകത്തിൽ നിന്ന്, ആ ബിൽഡിങ്ങിന് കിട്ടുന്ന ഗ്രോസ് ഇൻകത്തിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഞാൻ സേവ് ചെയ്ത് വെക്കും. അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന എമൗണ്ടിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് സിങ്കിങ് ഫണ്ട് എന്ന് വെച്ചാൽ. അപ്പൊ ഡെഫിനിഷൻ നോക്കിക്കേ, എ സർട്ടൺ എമൗണ്ട് ഓഫ് ഗ്രോസ് റെന്റ് or income is set aside annually as sinking fund to accumulate the total cost of construction when the life of building is over. നെക്സ്റ്റ് പറയുന്നതാണ് മിസ്ലേനിയസ് ഐറ്റംസ്. ഇപ്പോൾ മിസ്ലേനിയസ് ഐറ്റംസിനകത്താണ് റണ്ണിങ് ലിഫ്റ്റ്, പമ്പ് ഫോർ ലൈറ്റിംഗ്, കോമൺ പ്ലേ, പമ്പ് ഫോർ റണ്ണിങ് ലിഫ്റ്റ്, റണ്ണിങ് പമ്പ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിനകത്ത് സാനിറ്ററി വർക്ക്സ് ഒക്കെ ഉണ്ടാവും, അവിടേക്ക് ആവശ്യമായ വെള്ളം നമുക്ക് പമ്പ് ചെയ്യണം. പിന്നെ ലൈറ്റിംഗ്, കോമൺ പ്ലേസസ് ആൻഡ് അതർ സിമിലർ ചാർജസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി നമുക്ക് ആ ടേംസ് ഒന്ന് ഓർത്തിരിക്കാം, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഔട്ട് ഗോയിങ്സ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ടാക്സ്. സെക്കൻഡ് പറയുന്നതാണ് റിപ്പയർ വർക്ക്. ആ റിപ്പയർ വർക്കിന്റെ പെർസെൻറ്റേജ് മറന്നു പോകരുത്. റിപ്പയർ വർക്കിന്റെ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ 10 to 15% ഓഫ് ഗ്രോസ് ഇൻകം ആണ് എന്തിനു മാറ്റി വെച്ചേക്കുന്നത്, റിപ്പയർ വർക്ക്. 10 to 15% ഓഫ് ഗ്രോസ് ഇൻകം ഓർ ഗ്രോസ് റെന്റ് ആണ് റിപ്പയർ വർക്കിന് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി അതേ കണക്ക് തന്നെ മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ് എന്ന് പറയുന്നത് 5 to 10%. 5 to 10% ഓഫ് ഗ്രോസ് ഇൻകം ഓർ ഗ്രോസ് റെന്റ് ആണ് നമ്മൾ എന്തായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 5 to 10% ഓഫ് ഗ്രോസ് ഇൻകം ഓർ ഗ്രോസ് റെന്റ് ആണ് മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. 5 to 10% ഓഫ് ഗ്രോസ് ഇൻകം ഓർ ഗ്രോസ് റെന്റ് ആണ് മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ് ആയിട്ട് മാറ്റി വെക്കുന്നത്. ഇനി അടുത്തതാണ് സിങ്കിങ് ഫണ്ട്, പിന്നെ മിസ്ലേനിയസ് ഐറ്റംസ് എന്ന് പറഞ്ഞു. ഓർത്തിരിക്കുക എന്താണ് ഔട്ട് ഗോയിങ്, എന്താണ് ഗ്രോസ് ഇൻകം, എന്താണ് നെറ്റ് ഇൻകം. സോ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് സ്ക്രാപ്പ് വാല്യൂ. ഈ ടേംസ് ഒക്കെ നിങ്ങൾ പഴയ PSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഇതെല്ലാം ഓപ്ഷൻസിൽ വരുന്നതായിട്ട് കാണാം. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ നമുക്ക് എന്താണെന്ന പേര് കേട്ടാൽ തന്നെ തരും, കേട്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് സ്ക്രാപ്പ് എന്ന് വെച്ചാൽ. സ്ക്രാപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ആക്രി നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ദ വാല്യൂ ഓഫ് ഡിസ്മാന്റിൽഡ് മെറ്റീരിയൽസ്. ഒരു ബിൽഡിംഗ് എന്ത് ചെയ്തു, ഡിമോളിഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് കുറെ സാധനങ്ങൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ വിലയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്ത് ലൈഫ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്യും. ആ ഡിമോളിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിന് കിട്ടുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ ഡോറും വിൻഡോയും, ഡോർ ഫ്രെയിമും വിൻഡോ ഫ്രെയിമും, ഡോർ ഷട്ടറും വിൻഡോ ഷട്ടറും ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് ഹാൻഡ് റേറ്റിന് വിൽക്കും. അതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. സ്ക്രാപ്പ് വാല്യൂ. സോ ഇനി സ്ക്രാപ്പ് വാല്യൂ ഓഫ് എ ബിൽഡിംഗ് മേ ബി അബൌട്ട് 10% ഓഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ ഓഫ് എ ബിൽഡിംഗ് എന്ന് പറയുന്നത് 10% ഓഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. അത് ഓർത്തിരിക്കുക. സ്ക്രാപ്പ് വാല്യൂ ഓഫ് എ ബിൽഡിംഗ് ഈസ് 10% ഓഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ഇനി നെക്സ്റ്റ് വൺ ആണ് സാൽവേജ് വാല്യൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. സ്ക്രാപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ. ഈ സാൽവേജ് വാല്യൂ നോക്കിക്കേ, ദ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരിയഡ് വിത്തൗട്ട് ബീയിങ് ഡിസ്മാന്റിൽ. അപ്പോൾ ഡിസ്മാന്റിൽ ചെയ്യാതെ അതിന്റെ ബിൽഡിങ്ങിന്റെ ലൈഫ് കഴിയുമ്പോൾ അതിന് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ. ഒരു ബിൽഡിങ്ങിന്റെ ലൈഫ് കഴിഞ്ഞു, അതിന്റെ ലൈഫ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ദ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദ യൂട്ടിലിറ്റി പീരിയഡ് വിത്തൗട്ട് ബീയിങ് ഡിസ്മാന്റിൽ. വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദ യൂട്ടിലിറ്റി പീരിയഡ് വിത്തൗട്ട് ബീയിങ് ഡിസ്മാന്റിൽ. അത് ഓർത്തിരിക്കണം. വിത്തൗട്ട് ബീയിങ് ഡിസ്മാന്റിൽ എന്നുള്ള ടേം ഓർത്തിരിക്കുക. അതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? വാല്യൂ ഓഫ് ഡിസ്മാന്റിൽഡ് മെറ്റീരിയൽ ആണ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്തായിരിക്കും? 10% ഓഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ.
salvage value 10% of its total cost of construction. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. Scrap value and salvage value of a property or asset has got some positive figure, but it may also be 0 or negative. ഇനി സാൽവേജ് വാല്യൂം സ്ക്രാപ്പ് വാല്യൂ 0 അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ വരുന്ന ഒരു കേസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ RCC സ്ട്രക്ചേഴ്സ്. ഇപ്പോൾ നമ്മൾ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ, ഫോർ എക്സാമ്പിൾ നമ്മൾ ബീമും കോളവും എന്ത് ചെയ്യണം, ഡിസ്മാൻഡിൽ ചെയ്യണം. ബീമും കോളവും ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അതേ കണക്ക് തന്നെ നമ്മളത് റീയൂസ് ചെയ്യുവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു RCC സ്ട്രക്ചർ ഫുള്ളായിട്ട് ഡിമോളിഷ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, കോൺക്രീറ്റിന്റെ വേസ്റ്റ് ഉണ്ട്, അതേ കണക്കിന് റീഇൻഫോഴ്സ്മെന്റിന്റെ വേസ്റ്റ് ഉണ്ട്. ഈ കോൺക്രീറ്റിന്റെ വേസ്റ്റും റീഇൻഫോഴ്സ്മെന്റിന്റെ വേസ്റ്റും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യാം, ഈ കോൺക്രീറ്റിന്റെ വേസ്റ്റ് നമുക്ക് എംസാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനെന്താ ചെയ്യണം, അതൊരു അഡീഷണൽ എക്സ്പെൻഡിച്ചർ നമുക്ക് ചെലവാക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ RCC സ്ട്രക്ചറിന്റെ സ്ക്രാപ്പ് വാല്യൂം സാൽവേജ് വാല്യൂം നെഗറ്റീവ് വരും എന്ന് പറയാൻ കാര്യം. എന്ന് വെച്ചാൽ നമുക്കൊരു എക്സ്ട്രാ എമൗണ്ട് വീണ്ടും ചെലവാക്കിയാൽ മാത്രമേ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റൂ. അപ്പം ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്ക്രാപ്പ് വാല്യൂ ഓഫ് RCC സ്ട്രക്ചർ വിൽ ബി നെഗറ്റീവ് ആസ് ഡിസ്മാൻഡ്ലിംഗ് ആൻഡ് റിമൂവൽ വിൽ ബി കോസ്റ്റ്ലി. അതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഏത് കേസിലാണ് നമുക്ക് സാൽവേജ് വാല്യൂം സ്ക്രാപ്പ് വാല്യൂം നെഗറ്റീവ് വരുന്നത്? നെക്സ്റ്റ് വൺ ആണ് മാർക്കറ്റ് വാല്യൂ. സോ നമുക്ക് മാർക്കറ്റ് വാല്യൂ ടേമിൽ നമുക്ക് കിട്ടും. എന്താണ് മാർക്കറ്റ് വാല്യൂ? The market value of a property is the amount which can be obtained at a particular time from the open market if the property is put for sale. Present market rate, അത്രയേ ഉള്ളൂ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞ സാധനം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അതെന്ത് ചെയ്യും, അത് ഡിപ്പെൻഡിങ് അപ്പോൺ മാർക്കറ്റ് അത് വേരി ചെയ്യും. എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന സാധനമല്ല മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ചേഞ്ച് ചെയ്യാം? ചേഞ്ച് ഇൻ ഇൻഡസ്ട്രി, ചേഞ്ച് ഓൺ ഫാഷൻ ബൈ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എക്സെട്ര. അപ്പോൾ മാർക്കറ്റ് വാല്യൂ, സാൽവേജ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, ഗ്രോസ് ഇൻകം, നെറ്റ് ഇൻകം, ഈ പറയുന്ന ടേംസ് എല്ലാം നമുക്ക് ഈ ഒരു ടോപ്പിക്കിനകത്തുനിന്ന് ഓപ്ഷൻസിനകത്ത് കണ്ടുവരുന്നതാണ്. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചേ പറ്റുള്ളൂ. മാർക്കറ്റ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി is the amount which can be obtained at any particular time from open market if the property is put for sale. The next one ആണ് book value. Book value വളരെ important term ആണ് book value. The amount shown in account book after allowing necessary depreciation. അപ്പോൾ book value എന്ന് പറഞ്ഞാൽ the amount shown in account book after allowing necessary depreciations. ഇനി അതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടെ ഓർത്തിരിക്കാം. ഒറിജിനൽ കോസ്റ്റ് മൈനസ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ അപ് ടു പ്രീവിയസ് ഇയർ. സോ ബുക്ക് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി is equal to original cost minus the amount of depreciation up to previous year. So book value is equal to original cost minus amount of depreciation up to the previous year. അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ടേം ആണ് റേറ്റബിൾ വാല്യൂ. സോ റേറ്റബിൾ വാല്യൂ എന്ന് വെച്ചാൽ ദ എമൗണ്ട് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ എമൗണ്ട് ഓഫ് ഇയർലി റിപ്പയേഴ്സ് ഫ്രം ഗ്രോസ് ഇൻകം. അപ്പൊ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഇയർലി റിപ്പയേഴ്സ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് ആണ് റേറ്റബിൾ വാല്യൂ. ഇത് ഡെഫിനിഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചേ പറ്റുള്ളൂ. നമ്മളൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിനകത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ റേറ്റബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ആനുവൽ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ deducting the amount of yearly repairs from the gross income. Deducting the amount of yearly repairs from the gross income. The next one ആണ് assessed value. Assessed value of a property recorded in the register of municipality. അപ്പോൾ assessed value എന്ന് വെച്ചാൽ എന്താണ്, മുനിസിപ്പാലിറ്റിയിൽ റെക്കോർഡ് ചെയ്തേക്കുന്ന ഒരു വാല്യൂ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്? To determine the amount of municipal taxes
So to determine the amount of municipal taxes, മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് അസസ്ഡ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അസസ്ഡ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി. നെക്സ്റ്റ് വൺ ആണ് ഡിസ്ട്രസ്ഡ് വാല്യൂ ഓർ ഫോഴ്സ്ഡ് സെയിൽ വാല്യൂ. ഡിസ്ട്രസ്ഡ് വാല്യൂ ഓർ ഫോഴ്സ് സെയിൽ വാല്യൂ എന്ന് പറയുന്നത്. സോ എന്ന് വെച്ചാൽ നോക്കിക്കോ, ഇപ്പോ ഒരു പ്രോപ്പർട്ടി അതിന്റെ പ്രസന്റ് മാർക്കറ്റ് റേറ്റിൽ നിന്നും ഒരുപാട് കുറഞ്ഞൊരു റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, അത് വിൽക്കുന്നത്. അതിനെയാണ് ഡിസ്ട്രസ് വാല്യൂ ഓർ ഫോഴ്സ് സെയിൽ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോ ഒരു സെന്റിന് 10 ലക്ഷം രൂപയാണ് അപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് റേറ്റ്. പക്ഷെ എന്ത് ചെയ്യാണ്, ഒരു 8 lakh rupees പെർ സെന്റിന് നമ്മൾ ആ പ്രോപ്പർട്ടി വിൽക്കുവാണ്. അതിനെയാണ് നമ്മൾ ഡിസ്ട്രസ് വാല്യൂ ഓർ ഫോഴ്സ് സെയിൽ വാല്യൂ എന്ന് പറയുന്നത്. The property is sold at a lower price than the market value. So ഇതിനെയാണ് ഡിസ്ട്രസ് വാല്യൂ ഓർ ഫോഴ്സ്ഡ് സെയിൽ വാല്യൂ എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ഈസ് സോൾഡ് അറ്റ് എ ലോവർ റേറ്റ് ദാൻ മാർക്കറ്റ് വാല്യൂ. നീ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡിസ്ട്രസ് വാല്യൂ ഓർ ഫോഴ്സ് സെയിൽ വാല്യൂ സംഭവിക്കാം? അത് ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ സെല്ലർ. കോർട്ട് ഡിക്രി. കോർട്ട് ഡിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കേസിലൊക്കെ അകപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് വിൽക്കാനേ നോക്കുള്ളൂ, മാർക്കറ്റ് റേറ്റ് ഒന്നും നോക്കാൻ നിൽക്കില്ല. നെക്സ്റ്റ് വൺ ആണ് ഇൻസഫിഷ്യന്റ് നോളജ് ഓഫ് ദ സെല്ലർ. നെക്സ്റ്റ് quarrel among partners, panic due to war or riots or civil commotion. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഡിസ്ട്രസ് ഓർ ഫോഴ്സ് സെയിൽ വാല്യൂ വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് റീപ്ലേസ്മെന്റ് വാല്യൂ. Is the present value of a property portions thereof if they have to be replaced at the current market rate. ഇപ്പോ എന്താണ്, ഒരു പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന പ്രസന്റ് മാർക്കറ്റ് വാല്യൂ ആണ് റീപ്ലേസ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന പ്രസന്റ് മാർക്കറ്റ് വാല്യൂ ആണ് റീപ്ലേസ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് പൊട്ടൻഷ്യൽ വാല്യൂ. സോ പൊട്ടൻഷ്യൽ വാല്യൂ, ഇപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇൻകം ഉണ്ടാകും. ഇപ്പൊ ഞാനൊരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു വർഷം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻകം ഒരു 10 lakh rupees ആണെന്ന് വിചാരിക്കുക. പക്ഷേ ഒരു എക്സ്ട്രാ എമൗണ്ട് നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യാണ്. അതിനെയാണ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ വാല്യൂ. അപ്പോ when a property is capable of fetching more return due to its alternative use. Property is capable of fetching more return due to its alternative use or by advantageous planning or providing some development works. Such inherent value of the property is known as potential value. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന എന്താണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റവന്യൂ അവിടുന്ന് കിട്ടുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് പൊട്ടൻഷ്യൽ വാല്യൂ എന്നുള്ളത്. മൊണോപ്പൊളി വാല്യൂ. സോ മൊണോപ്പൊളി വാല്യൂ എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന ഒരു ഫാൻസി പ്രൈസ് ആണ് മൊണോപ്പൊളി വാല്യൂ. എന്ന് വെച്ചാൽ അത് മാർക്കറ്റ് റേറ്റ് ഒന്നും ആയിരിക്കില്ല. ഇപ്പോ എന്താണ്, ഒരു വലിയ ഏരിയയിൽ എന്താണ് എല്ലാ പ്ലോട്ടും വിറ്റുപോയി കഴിഞ്ഞാൽ ഒരു ചെറിയ പ്ലോട്ട് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ എന്തായിരിക്കും, അതിന് കുറെ ഡിമാൻഡ് കൂടുതലായിരിക്കും. ഇപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു നാഷണൽ ഹൈവേ ഒക്കെ പാസ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ എന്തായിരിക്കും, അതിനൊരു ഡിമാൻഡ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ പുള്ളി അതിന്റെ ഓണർ ഒരു മാർക്കറ്റ് റേറ്റ് ഒന്നും ഉദ്ദേശിക്കില്ല, അദ്ദേഹം പറയുന്ന ഒരു എമൗണ്ടിന് തന്നെ ആ പ്ലോട്ട് വിറ്റു. അതാണ് മൊണോപ്പൊളി വാല്യൂ എന്ന് പറയുന്നത്. അടുത്തതാണ് സെന്റിമെന്റൽ വാല്യൂ. ഇപ്പൊ സെന്റിമെന്റൽ വാല്യൂ എന്ന് വെച്ചാൽ മാർക്കറ്റ് റേറ്റിലും കൂടിയൊരു വിലയ്ക്കാണ് നമ്മൾ പ്രോപ്പർട്ടി വിൽക്കുന്നതെങ്കിൽ അതിനെയാണ് സെന്റിമെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. A property is sold or purchased at a higher value, sold or purchased at a higher value than market value due to playing of sentiments in the mind of owner or purchaser. This is known as sentimental value. അപ്പോൾ ഒറിജിനൽ മാർക്കറ്റ് റേറ്റിൽ നിന്ന് കൂടിയ ഒരു വിലയ്ക്കാണ് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുന്നതെങ്കിൽ അതിനെയാണ് സെന്റിമെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. സെന്റിമെന്റൽ വാല്യൂ. ഈ നെക്സ്റ്റ് വൺ ആണ് സ്പെക്യുലേറ്റീവ് വാല്യൂ.
സോ സ്പെക്യുലേറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു പ്ലോട്ട് ഉണ്ട്. ആ പ്ലോട്ടിലേക്ക് വരാനായിട്ട് നമുക്ക് എന്താ വഴിയൊന്നും ഇല്ലാന്ന് വിചാരിക്കുക. ഇതൊരു എന്താണ് 1 ഏക്കർ പ്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 1 ഏക്കർ പ്ലോട്ടിൽ നമുക്ക് എന്താണ് ആ പ്ലോട്ടിലേക്ക് വരാനുള്ള വഴികളോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഒരു ന്യൂസ് വരികയാണ്, ഈ പ്ലോട്ടിന്റെ അടുത്ത് ഒരു 100 മീറ്റർ മാറിയിട്ട് ഒരു നാഷണൽ ഹൈവേ പ്രോജക്റ്റ് വരാൻ പോവാണ്. പ്ലോട്ടിന് അടുത്തുകൂടി ഒരു നാഷണൽ ഹൈവേ, ഒരു 100 മീറ്റർ മാറി ഒരു നാഷണൽ ഹൈവേ പ്രോജക്റ്റ് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് വരാൻ പോവാണ്. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ആ പ്രപ്പോസ്ഡ് പോർഷന്റെ അടുത്തുള്ള സ്ഥലങ്ങൾക്കെല്ലാം കുറച്ച് ഡിമാൻഡ് കൂടും. അപ്പോൾ എന്താണ് നമുക്ക് വലിയ എന്താണ് വഴികളൊന്നും ഇല്ലാത്ത ഈ പ്ലോട്ടാണെങ്കിൽ കൂടി എന്ത് ചെയ്യും? ഇതിനൊരു ഡിമാൻഡ് വരും. അപ്പോൾ പെട്ടെന്ന് ആ ഡിമാൻഡ് വരണമെന്നില്ല. ഈ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും? അവിടെയുള്ള പ്ലോട്ടുകൾ വാങ്ങിക്കൂട്ടാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിനെയാണ് സ്പെക്യുലേറ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഹൈവേ പ്രോജക്റ്റ് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തു, അതൊരു 5 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷത്തിനുള്ള പ്രോജക്റ്റ് വരും. അപ്പൊ അത് മനസ്സിലാക്കുമ്പോൾ ആ പ്രോജക്റ്റ് കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഏതൊക്കെ എന്തെങ്കിലും എന്താണ് വിൽക്കാൻ ഇട്ടേക്കുന്ന പ്ലോട്ടുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറെ ആൾക്കാർ അത് വാങ്ങിക്കൂട്ടും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് സ്പെക്യുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായിരിക്കും? ആ പ്ലോട്ടിന് വില കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇവരിത് വാങ്ങിക്കൂട്ടും. എന്നിട്ട് ഈ നാഷണൽ ഹൈവേ പ്രോജക്ട്സ് ഒക്കെ ഈ പ്ലോട്ടിനകത്ത് വലിയ ഡെവലപ്മെന്റോ വഴികളോ ഒന്നും ഇവരിടില്ല. പക്ഷേ ഇവിടെ നാഷണൽ ഹൈവേ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വന്നു കഴിഞ്ഞു. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പ്ലോട്ടൊക്കെ വാങ്ങാൻ ആൾക്കാരുടെ ഡിമാൻഡ് ആയിരിക്കും. ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവും ഈ പ്ലോട്ട് വാങ്ങാനായിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഇവർ ഈ പ്ലോട്ട് ഹയർ റേറ്റിന് വേറെ ആൾക്കാർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ സ്പെക്യുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ആ പ്ലോട്ടിൽ ഡെവലപ്മെന്റ് വർക്ക്സുകൾ ഒന്നും ചെയ്യാറില്ല. സ്പെക്യുലേറ്റീവ് വാല്യൂ. ഈ നെക്സ്റ്റ് വൺ ആണ് അക്കോമഡേഷൻ വാല്യൂ. അക്കോമഡേഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു പ്ലോട്ട്, ഇവിടെ ഒരു പ്ലോട്ട് ഉണ്ട്. ഇതൊരു അഗ്രികൾച്ചറൽ ലാൻഡ് ആണ്, കൾട്ടിവേഷൻ ഒക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനടുത്ത് ഇവിടെ ഒരു സിറ്റി ആണ്. അപ്പൊ നമുക്കറിയാം സിറ്റി എപ്പോഴും എന്തെയും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയും പോർഷൻ സിറ്റിയാണ്. ആ സിറ്റിയുടെ കുറച്ച് മാറിയിട്ട് എന്താണ് ഒരു അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്. അപ്പൊ ഈ സിറ്റി പോർഷനിൽ നമുക്ക് ഇനി കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അത് ഫുള്ളി ക്രൗഡഡ് ആയി. നമുക്ക് എല്ലാ ഏരിയയിലും എന്ത് സംഭവിച്ചു? ഒന്നെങ്കിൽ എന്തെങ്കിലും ബിൽഡിങ്സ് വന്നു, അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നു, റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സ് വന്നു, എല്ലാം ഒന്ന് നിറഞ്ഞു. അപ്പോൾ ഈ സിറ്റിക്ക് പുറത്ത് എന്തുണ്ട്? ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ട്. ഈ ലാൻഡിനകത്ത് നമുക്ക് ഇപ്പൊ എന്തായാലും ഇത്രയും പോർഷൻ എല്ലാം വളരെ ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഒക്കെ കുറയും. അപ്പൊ എന്ത് ചെയ്യും? ഈ പ്ലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ അതിനെ പറയുന്നതാണ് അക്കോമഡേഷൻ വാല്യൂ എന്നുള്ളത്. അതാണ് അക്കോമഡേഷൻ വാല്യൂ. സോ ആ ഡെഫിനിഷൻ നോക്കിക്കോളാം. The value of a surrounding agricultural land of a city which is expanding considerably will be more if the land is converted to accommodation. നോക്കിക്കേ. So such price will be more than the market value for ordinary land and is known as accommodation value. അപ്പോൾ ഈ പറയുന്ന അഗ്രികൾച്ചർ ലാൻഡിനൊക്കെ വില ഭയങ്കര കൂടുതലായിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് റിവിഷണറി വാല്യൂ. റിവിഷണറി വാല്യൂ. Revision means the right in possession for the property at the end of the term granted to the tenant or a lessee. ഇപ്പോൾ നമ്മൾ ചില പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ചില ബിൽഡിങ്സ് എന്ത് ചെയ്യും? നമ്മൾ ലീസിന് കൊടുക്കും. ലീസിന് കൊടുക്കുമ്പോൾ എന്താണ്? ഒരു പെർട്ടിക്കുലർ ഇയർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലേക്കാണ് ലീസിന് കൊടുക്കുന്നത്. ആ ലീസ് പീരീഡിൽ നമ്മൾ ലീസിന് കൊടുക്കുന്ന ആളാരാണോ അവർക്ക് അതിനകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വർക്കിന് വേണ്ടിയിട്ടായിരിക്കും ലീസിന് കൊടുക്കുന്നത്. ആ ലീസ് പീരീഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി അതിന്റെ ഓണറിന്റെ കയ്യിലേക്ക് തിരിച്ചു വരും. അതാണ് റിവിഷണറി വാല്യൂ. റൈറ്റ് ഇൻ പൊസഷൻ ഫോർ ദ പ്രോപ്പർട്ടി അറ്റ് ദ എൻഡ് ഓഫ് ദ ടേം ഗ്രാൻഡഡ് ടു ദ ടെനന്റ് ഓർ എ ലെസി. ഇനി ഈ റിവിഷൻ വാല്യൂ എന്ന് പറഞ്ഞൊരു ടേം കൂടെ ഓർത്തിരിക്കുക. എന്താണ് റിവിഷൻ വാല്യൂ? നമ്മൾ പ്രോപ്പർട്ടി ലീസിന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി നമ്മൾ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി എന്ത് കിട്ടും? ഒരു എമൗണ്ട് ആയിട്ട് അതിന്റെ
ഓണർ വാങ്ങാറുണ്ട്. അതിനെയാണ് റിവിഷൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ പ്രസന്റ് മാർക്കറ്റ് റേറ്റിന്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ലീസ് വാല്യൂ ആയിട്ട് വാങ്ങുന്നത്. അതിനെയാണ് റിവിഷൻ വാല്യൂ എന്ന് പറയുന്നത്. റിവിഷൻ വാല്യൂ. ഈ നെക്സ്റ്റ് വൺ ആണ് ഒക്കുപേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഒക്കുപേഷൻ വാല്യൂ. When the purchasers are attracted to own the property for occupying for personal use, which is regarded as a necessity and non-satisfactory substitute exists, then it is known as occupation value. ഇപ്പോൾ ഒരാളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നത് അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെയാണ് ഒക്കുപേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർട്ടി ഒരാൾ മേടിക്കുന്നത് അത് അവിടെ താമസിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനെയാണ് ഒക്കുപേഷൻ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടിയുടെ അവകാശം, ആ പ്രോപ്പർട്ടിക്കകത്ത് എന്ത് ചെയ്യാനും ഉള്ള അവകാശം അതിന്റെ ഓണറിനാണ്. അതിനെയാണ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. The owner is the absolute possession of the property. ഒരു പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് അതോറിറ്റി എന്തായിരിക്കും അതിന്റെ ഓണർക്കായിരിക്കും. അതിനെയാണ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്? ആ പ്രോപ്പർട്ടിയുടെ അവകാശി, ആ പ്രോപ്പർട്ടി ആ ഓണർ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി വേറൊരാൾക്ക് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് നൽകുവാണ്. അതിനെയാണ് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്താണ്? It indicates the physical possession of the property and the use of it may be allowed by the original owner as per lease document. ഈ ടേം കൂടെ ഓർത്തിരിക്കണം. The person who takes the lease is known as lessee or leaseholder, and the owner who grants the lease is known as lessor. The owner who grants the lease is known as lessor. The person who takes the lease is known as lessee or leaseholder. The person who takes the lease is known as lessee or ലീസ് ഹോൾഡർ. ഈ രണ്ട് ടേം ഒന്ന് ഓർത്തിരിക്കുക. അതും PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഈ നെക്സ്റ്റ് വൺ ആണ് ബിൽഡിംഗ് ലീസ്. സോ ബിൽഡിംഗ് ലീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു പ്ലോട്ട് ഉണ്ട്. ഈ പ്ലോട്ടാണ് ഞാൻ ഒരാൾക്ക് ലീസിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്ലോട്ട് ഞാൻ ഒരാൾക്ക് ലീസിന് കൊടുത്തു. അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ലീസിന് കൊടുക്കുന്ന ആളാണ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് ആ ബിൽഡിംഗ് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആ ബിൽഡിംഗ് അദ്ദേഹം വേറെ ആൾക്കാർക്ക് റെന്റിനായിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ലീസാണ് ബിൽഡിംഗ് ലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നൊക്കെ ആരായിരിക്കും? ലീസ് ഹോൾഡർ ആയിരിക്കും ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹമാണ് അതിനകത്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലീസ് ഒക്കെ എന്തായിരിക്കും? ഒരുപാട് വർഷത്തേക്കുള്ള ലീസ് ഡോക്യുമെന്റ്സ് ആയിരിക്കും. 99 to 999 ഇയേഴ്സ് ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ള ലീസ് ഡോക്യുമെന്റ്സ് വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ബിൽഡിംഗ് ലീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓണർ ഒരു ലാൻഡ് ആയിരിക്കും ലീസിന് കൊടുക്കുന്നത്. ആ ലാൻഡിൽ എന്ത് ചെയ്യും? ആ ലീസിന് എടുക്കുന്ന വ്യക്തി ലെസർ എന്ത് ചെയ്യുകയാണ്? ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്. ആ ബിൽഡിംഗ് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? വേറൊരാൾക്ക് അത് റെന്റിന് കൊടുക്കുവാണ്. അപ്പോൾ എന്താണ്? ആ ലീസിന് എടുക്കുന്ന ആൾ ഒരുപാട് എമൗണ്ട് ആ ബിൽഡിംഗിലേക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? ആ പ്ലോട്ടിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ലീസ് ഡോക്യുമെന്റ്സിന്റെ എഗ്രിമെന്റ്സ് ഒക്കെ ഒരുപാട് വർഷങ്ങളിലേക്ക് 99 to 999 ഇയേഴ്സ് ആയിരിക്കും അത് വരുന്നത്. ഞാൻ ലീസ് പീരീഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? അതിന്റെ ഓണർക്ക് ആ ലാൻഡും ഇൻക്ലൂഡിംഗ് ദ സ്ട്രക്ചർ വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ദ ലീസ് ഹോൾഡർ അതും എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ ഓണറിന്റെ കയ്യിലേക്ക് തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഒക്കുപേഷൻ ലീസ്. അപ്പോൾ ഒക്കുപേഷൻ ലീസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യും. ഒരു ഓണർ അദ്ദേഹത്തിന്റെ പ്ലോട്ടിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യും. ആ ബിൽഡിംഗ് ആണ് എന്ത് ചെയ്യുന്നത്? ലീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതാണ് ഒക്കുപേഷൻ ലീസ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യാണ്? ഒരു ഓണർ അവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ ബിൽഡിംഗ് ആണ് അദ്ദേഹം എന്തിനു കൊടുക്കുന്നത്? ലീസിന് കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ഒക്കുപേഷൻ ലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും കുറെ ടേംസ് ഒക്കെ ഉണ്ട് പഠിക്കാനായിട്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് കണക്ക് നമ്മൾ ഈ പഠിച്ച ടേംസ് എല്ലാം ഒരു ബുക്കിലേക്ക് നോട്ട് ചെയ്ത് ഡെയിലി റിവൈസ് ചെയ്യുക. എന്നാലേ നമുക്കത് റിഫ്രഷ് ചെയ്ത് നിൽക്കത്തുള്ളൂ. ഓപ്ഷൻ വരുമ്പോൾ ഈ ടേംസ് 4 ടേംസ് വന്നു കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് അവിടുന്ന് പിക്ക് ചെയ്യാൻ സാധിക്കണം. ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരും, ഓപ്ഷൻ ബി ആണോ സി ആണോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ അതൊന്ന് കറക്റ്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യുക, കറക്റ്റ് സെന്റൻസോടെ ഡെഫിനിഷനോടെ പഠിച്ചു വെക്കുക. ഓക്കെ, ആൻഡ് താങ്ക് യു ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.